മലയാളത്തിൽ എഴുതുന്ന ആളുകൾക്കായി ഒരിടം എന്ന രീതിയിലാണ് നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കേണ്ടായത്. ഒരു കോച്ചിങ് സെന്ററിന്റെ രീതിയിലുള്ള മുന്നോട്ട് പോക്കിനെ അല്ല ഈ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രാഥമികമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അതിൽ കവിഞ്ഞ് ഏതെല്ലാം രീതിയിൽ സമീപിക്കണമെന്നും അതിന്റെ മുന്നോട്ടുള്ള പോക്കിൽ പരസ്പരം സഹായിച്ച് എങ്ങനെയെല്ലാം മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിലുള്ള വിശാലമായ അർത്ഥത്തിൽ വേണം നിങ്ങൾ ആ ഗ്രൂപ്പിനെ സമീപിക്കേണ്ടത്. അതിന്റെ പ്രാഥമികമായ തുടക്കം എന്ന രീതിയിൽ ഇന്ന് നമ്മളിവിടെ ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. അതിന് മുമ്പ് തന്നെ പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾ ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓഡിയോ വീഡിയോ എല്ലാവരും മ്യൂട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമായിരുന്നു. കാരണം മറ്റ് വോയിസുകൾ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കറിയാം, കേസ് പരീക്ഷ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതിന്റെ പരീക്ഷ മലയാളത്തിൽ എഴുതാമെന്നുള്ളത് ധാരണ തന്നെ പലർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായി നിന്നപ്പം മനസ്സിലാകുകയുണ്ടായി. ആ ഒരു സാധ്യതയെ, മലയാളത്തിൽ എഴുതാൻ പറ്റുന്നു എന്നുള്ള സാധ്യതയെ മനസ്സിലാക്കുകയും അങ്ങനെ ഇതുമായി ചേർന്ന് നിൽക്കുകയും നമ്മളെ ഗ്രൂപ്പിൽ വരികയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയെല്ലാം സാധ്യമാവുന്നു എന്നുള്ളതും അതിന് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഏതെല്ലാം രീതിയിൽ റിസോഴ്സുകളെ അഭിമുഖീകരിക്കണം എന്ന രീതിയിലുള്ള ആശങ്കകൾ പലരും പങ്കുവെക്കുകയുണ്ടായി. അതിനെല്ലാമുള്ള മറുപടി എന്ന രീതിയിലോ പരിഹാരം എന്ന രീതിയിലോ ഒക്കെയാണ് ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റ് ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. പ്രാഥമികമായി എന്താണ് കേസ് പരീക്ഷ എന്നും അതിനെ ഏത് രീതിയിലൊക്കെ സമീപിക്കാമെന്നുള്ളതിനെ കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് കെ സുബൈറാണ്. അദ്ദേഹം ആദ്യത്തെ കേസ് പരീക്ഷ മലയാളത്തിൽ എഴുതി ഇപ്പോൾ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ആദ്യമായി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന സുബൈറിനെയും അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ഓരോ വ്യക്തികളെയും ഈ ഗൂഗിൾ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരിട്ട് ഗൂഗിൾ മീറ്റിലേക്ക് കിടക്കാം, അതായത് നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം. ഇതിന്റെ ഘടന എന്ന് പറയുന്നത്, ആദ്യം സുബൈർ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും അതിനുശേഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. ചോദിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇതിലെ കൈ ഉയർത്തിയതിനു ശേഷം ചോദിക്കുകയോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. പരസ്പരം വോയിസ് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് സുബൈറിനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. കേൾക്കാം എന്ന് കരുതുന്നു. കേൾക്കാം. കാണാം എന്നും കരുതുന്നു. നമുക്ക് തുടങ്ങാം. അഫ്സൽ പറഞ്ഞതുപോലെ നമുക്കൊരു 20-25 മിനിറ്റിനിടയിലുള്ള ഒരു സംസാരവും തുടർന്ന് നിങ്ങളുടെ ഇതിൽ വന്ന ആളുകളുടെ സംശയങ്ങളും കമൻറ്റുകളും എടുക്കുകയും ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംശയങ്ങളോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നെന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടി രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് വളരെ കുറച്ച് കാലമാണുള്ളത്. പ്രിലിമിനറി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ജൂൺ 14-നാണ്. 3 മാസം, ഏകദേശം 3 മാസമാണ്. അതുപോലെ മെയിൻ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 7 മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ കാലയളവാണ് എന്നോ അല്ലെങ്കിൽ വലിയ കാലയളവാണ് എന്നോ അഭിപ്രായം എനിക്കില്ല. അത് ഓരോരുത്തരുടെയും ഇതുവരെയുള്ള നമ്മളുടെ സമീപനം അനുസരിച്ച് അത് നിൽക്കും. എന്തായാലും ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച വിദ്യാർത്ഥി മലയാള വേദിക്ക് പ്രത്യേകം അഭിനന്ദനം. നമ്മളെല്ലാം ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ചരിത്രം എഴുതുന്നവരാണ്, പരീക്ഷ എഴുതുന്നവർ മാത്രമല്ല, ചരിത്രം എഴുതുന്നവരാണ് എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സന്തോഷം. ഒരു സമൂഹം, കോളനീകരിക്കപ്പെട്ട ഒരു സമൂഹം അപകോളനീകരിക്കപ്പെടുക എന്നുള്ളത്
കേവലം അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ അധികാരത്തിന്റെ മേഖലയിൽ മാത്രം നടന്നാൽ പോരാ എന്നും മറ്റു മേഖലകളിലേക്ക് കൂടി അത് പടരുമ്പോഴാണ് അപഗോളനീകരണം, ഡീകോളനൈസേഷൻ പൂർണ്ണമാകുന്നത് എന്നും പല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ പല ചിന്തകരും ലോകത്താകെ തന്നെ നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 1947 ഇന്ത്യ സ്വതന്ത്രമാവുന്നു. 1835 മെക്കാളെ മിനിറ്റ്സ് അനുസരിച്ച് നിറത്തിലും രൂപത്തിലും ഇന്ത്യക്കാരനും പ്രവൃത്തിയിലും അതോടൊപ്പം തന്നെ ചിന്തയിലും വെള്ളക്കാരനുമായ ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നു. ആ ആളുകളെ തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതി, ICSന്റെ ഒക്കെ ചരിത്രം നിങ്ങളിൽ പലർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതി ഇംഗ്ലീഷിൽ തന്നെ ജനങ്ങളെ ഭരിക്കുന്ന ഒരു സമൂഹത്തെ രൂപീകരിക്കുന്നു. അങ്ങനെ രൂപീകരിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളും ആ കാലഘട്ടത്തിൽ തന്നെ 1835-36 കാലഘട്ടത്തിൽ തന്നെ നിയമപരിഷ്കാര കമ്മീഷനും ഒക്കെ വന്നിട്ട് അതിന്റെ തുടർന്ന് പിന്നീട് രൂപീകരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇംഗ്ലീഷീകരിക്കുകയും കോളനിവൽക്കരിക്കപ്പെടുകയും ചെയ്ത ഇന്ത്യയെ 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്, പിന്നീട് 1947 ഇന്ത്യയിലെ സ്വാതന്ത്ര്യം, തുടർന്ന് 1950 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു, പ്രത്യേക ഭരണഘടനയുണ്ടാക്കി റിപ്പബ്ലിക് ആവുന്നു. എങ്കിലും അതിനെ തുടർന്നും അന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവച്ച ചിന്തയിലും പ്രവൃത്തിയിലും വെള്ളക്കാരായി ഭരണം തുടരുന്ന ഒരു രീതി തന്നെയാണ് ഇന്ത്യയുടെ മിക്ക ഭാഗത്തും നടന്നത്. ആ ഒരു ചിന്തയിലുള്ള, മനസ്സിലുള്ള, ഹൃദയത്തിലുള്ള, മസ്തിഷ്കത്തിലുള്ള ഒരു അപഗോളനീകരണം ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ടും 80 വർഷത്തോളമായിട്ടും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. 1936 നിവർത്തന പ്രക്ഷോഭം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1931-32 കാലഘട്ടം മുതൽ 38 വരെ നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം കേരളത്തിൽ. നിവർത്തന പ്രക്ഷോഭം എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കും. ആ നിവർത്തന പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിലാണ്, അതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂറിൽ PSC രൂപപ്പെടുന്നത്, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ. ആ PSCയിലും ബ്രിട്ടീഷുകാരുടെ ഏകദേശം അതേ രൂപത്തിലും ഭാവത്തിലും തൊഴിലിലേക്ക്, സർക്കാർ തൊഴിലിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 49 തിരുകൊച്ചി വരുന്നു, അപ്പോഴും അത് തുടരുന്നു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി, ഭാഷയുടെ മലയാളത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കപ്പെടുന്നു. പുനഃസംഘടനാ കമ്മീഷനും ഒക്കെ, അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ വേറെ ഉണ്ടെങ്കിലും അടിസ്ഥാനത്തിൽ മലയാളം എന്നുള്ള രീതിയിൽ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഉത്തര കാനറയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെച്ചുകൊണ്ട് കേരളം മലയാളത്തിന്റെ പേരിൽ രൂപീകരിക്കപ്പെടുന്നു. അപ്പോഴും PSC ഇത് അറിയുന്നില്ല. അങ്ങനെ അവസാനം 2019 ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 16 വരെ കേരള PSCയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ വാതിലിൽ തട്ടി വിളിച്ച് ഹലോ ഹലോ, ഇതാ ഇവിടുന്ന് ബ്രിട്ടീഷുകാർ പണ്ടേ പോയിട്ടുണ്ട്, നമ്മളിത് മലയാളത്തിൽ കൂടി നടത്തേണ്ടതാണ് എന്നുള്ള പ്രഖ്യാപനം ഉറക്കെ മുട്ടി വിളിച്ച് ദിവസങ്ങളോളം മുട്ടി വിളിച്ചപ്പോഴാണ് PSC അറിയുന്നത്, മലയാളത്തിൽ കൂടി എഴുതാനുള്ള അവസരവും മലയാളത്തിൽ ചോദ്യപേപ്പർ കൊടുക്കാനുള്ള അവസരവും കൊടുക്കേണ്ടതുണ്ട് എന്ന് PSC. അന്നും PSCയും പലരും, അതുമായി ബന്ധപ്പെട്ട പലരും പല രീതിയിൽ അതിനെ എതിർക്കുന്നുണ്ട്. എന്തായാലും 19 ദിവസത്തെ മലയാള ഐക്യവേദിയും വിദ്യാർത്ഥി മലയാള വേദിയും ഒക്കെ ചേർന്നുള്ള ഐക്യമലയാള പ്രസ്ഥാനം എന്ന പേരിൽ ഒന്നായി നിന്നുകൊണ്ട് ചിലപ്പോൾ ഈ വർഷത്തെ ഒരു ചോദ്യം നമ്മളുടെ മുഖ്യ പരീക്ഷയിൽ ഐക്യമലയാള പ്രസ്ഥാനത്തെ കുറിച്ച് ആയിക്കൂടായികയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു ചോദ്യം സമസ്ത കേരള സാഹിത്യ പരിഷത്തിനെ കുറിച്ചായിരുന്നു. പലർക്കും അത് മനസ്സിലായില്ല ചോദ്യം. പലരും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ കുറിച്ചൊക്കെ ഉത്തരം എഴുതി വെച്ചു. സമസ്ത കേരള സാഹിത്യ പരിഷത്തിനെ കുറിച്ച് ചോദിച്ചതുപോലെ ഈ വർഷത്തെ ഒരു ചോദ്യം ചിലപ്പോൾ ഐക്യമലയാള പ്രസ്ഥാനത്തെ കുറിച്ചോ അല്ലെങ്കിൽ മലയാള ഐക്യവേദിയെ കുറിച്ചോ ഒക്കെ ആവാം. ഈ അടുത്ത ഏതോ ഒരു PSCയിൽ മലയാള ഐക്യവേദിയെ കുറിച്ചൊരു ചോദ്യം വന്നിരുന്നു.
അപ്പം ഐക്യ മലയാള പ്രസ്ഥാനം പോയി മുട്ടി വിളിച്ച് ഉണർത്തി ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് കേരളത്തിലെ PSC, അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും മുട്ടിയിട്ട് ഉണരാത്ത ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഗ്രാമീണ കോടതികൾ ഉൾപ്പെടെയുള്ള കോടതികളുണ്ട്. അപകോളനീകരിക്കപ്പെടാതെ ബ്രിട്ടീഷുകാർ പോയതറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അപ്പം അങ്ങനെ 29 മുതൽ സെപ്റ്റംബർ 16 വരെ നടന്ന 19 ദിവസം നീണ്ട ഐതിഹാസികമായ സമരത്തെ തുടർന്നാണ് ചോദ്യപേപ്പർ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾക്ക് ചോദ്യപേപ്പർ മലയാളത്തിൽ കൂടി കൊടുക്കുമെന്ന് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ KS പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ആ ചോദ്യങ്ങൾ അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞില്ല. പ്രായോഗികമായി ഇനി പറ്റില്ല എന്നവർ പറഞ്ഞു. എല്ലാം സെറ്റാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അടുത്തത് മുതൽ കൊടുക്കുക എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ തന്നെ നമ്മൾ കാണുന്നു ചോദ്യപേപ്പർ ഉൾപ്പെടെ മലയാളം, കന്നഡ, തമിഴ്, ഇങ്ങനെയായിരുന്നല്ലോ നമ്മുടെ സമരം. മലയാളത്തിലും മറ്റ് ന്യൂനപക്ഷ ഭാഷകളിലും, കേരളത്തിലെ 2 ന്യൂനപക്ഷ ഭാഷകളാണുള്ളത് നമുക്കറിയാം. ന്യൂനപക്ഷ ഭാഷകൾ എന്താണ് എന്നുള്ളത് ഭരണഘടന പ്രകാരം നമുക്കറിയാം. അത്തരൊരു സാഹചര്യത്തിൽ 15% ഒരു പ്രദേശത്ത് ഒരു ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഭരണഘടനാപരമായി ന്യൂനപക്ഷ ഭാഷയായി പ്രഖ്യാപിക്കും. കേരളത്തിൽ 2 എണ്ണമുണ്ട്, തമിഴും കന്നഡയും. ആ ന്യൂനപക്ഷ ഭാഷകളിൽ കൂടി, മലയാളത്തോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഭാഷകളിൽ കൂടി ചോദ്യപേപ്പർ കൊടുക്കാൻ PSC തയ്യാറായ ആദ്യത്തെ KS പരീക്ഷയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേവലം പരീക്ഷ എഴുത്തല്ല, ചരിത്രം എഴുത്താണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർ ചെയ്യുന്നത് എന്നാണ് ഒന്നാമത്തെ സംഗതി. നമുക്ക് പറഞ്ഞതുപോലെ ഈ 9-ാം തീയതി വരെയാണ് നമ്മളുടെ അപേക്ഷിക്കേണ്ട തീയതി. അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഏത് ഭാഷയിൽ നിങ്ങൾക്ക് ചോദ്യം വേണം എന്ന് ആവശ്യപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഏത് ഭാഷയാണ്, മലയാളമാണോ കന്നഡയാണോ തമിഴാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, 30 ചോദ്യം അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ചോദിക്കുന്നുണ്ട്. അതുപോലെ ജൂൺ 14-നാണ് ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷ 2 എണ്ണം നടക്കുന്നത്. നിങ്ങൾക്കറിയാം 2 പരീക്ഷയാണ് എന്നറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. 2 പരീക്ഷ 100 മാർക്ക് വീതമുള്ള 1.5 മണിക്കൂർ വീതമുള്ള 2 പരീക്ഷ നടക്കുന്നത് ജൂൺ 14-ാം തീയതിയാണ്. അതുപോലെ ഒക്ടോബർ 17-18 തീയതികളിലായിട്ട് അതിൽ നിന്നും കട്ട് ഓഫ് മാർക്ക് വെച്ച് മാർക്ക് പരിധി വെച്ച് എടുക്കുന്ന നിശ്ചിത ആളുകൾക്ക് ഒക്ടോബർ 17-18 തീയതികളിൽ മുഖ്യ പരീക്ഷ 3 എണ്ണം നടക്കും. 17-ന് 2 എണ്ണവും 18-ന് 1 ആയിരിക്കും. കഴിഞ്ഞ വർഷം അങ്ങനെയാണ്. ആദ്യത്തെ ദിവസം 2 എണ്ണവും രണ്ടാമത്തെ ദിവസം 1 എന്നുള്ള നിലയ്ക്കാണ് നടന്നത്. അടുത്ത ജനുവരിയിൽ ഏകദേശം 30ഓളം ദിവസം വെച്ചിട്ട് അതിന്റെ അഭിമുഖവും നടക്കും. ഫെബ്രുവരിയിൽ ഇത് വരും, അതിന്റെ റിസൾട്ട് പൂർണ്ണമായും വരും. അഭിമുഖം ഉൾപ്പെടെയുള്ള സംഗതികളുടെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നിന്നും നിയമനവും പെട്ടെന്ന് നടക്കും. 31 ഒഴിവുകളാണ് ഈ വർഷം. 11, 10, 10. സ്ട്രീം 1-ന് 11, സ്ട്രീം 2-ന് 10, സ്ട്രീം 2-ന് 10 എന്നുള്ള രീതിയിലാണ് ഇപ്പോ വെച്ചിരിക്കുന്നത്. അത് കൂടുമോ എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പൊ പറയാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം 105 എന്ന് പറഞ്ഞിട്ട് 105 ആളെ തന്നെയേ നിയമിച്ചിട്ടുള്ളൂ. പിന്നീട് ഒഴിവ് വന്നിട്ട് പോലും നിയമിച്ചിട്ടില്ല. അത് കോടതിയിലൊക്കെ പോയിരുന്നു, പക്ഷെ എന്തായാലും നിയമിച്ചിട്ടില്ല. ഇതില് ആദ്യം പറയാനുള്ളത് 2 ഭാഗമാണ് ഇനി ഞാൻ പറയുന്ന ഭാഗത്തിനുള്ളത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, പരീക്ഷയാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ഒരു ആസൂത്രണമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ എന്ത് സംഗതി ആയാലും, നമ്മളിപ്പോൾ ഒരു വലിയ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മൾ ആദ്യം അത് ആസൂത്രണം ചെയ്യും. ഇനി ഒരു സമരം നടത്തുമ്പോൾ നമ്മളത് ആസൂത്രണം ചെയ്യും. അതുപോലെ തന്നെ പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ടത് ആസൂത്രണമാണ്. അപ്പൊ ആസൂത്രണ ഘട്ടം എന്നുള്ള നിലയ്ക്കും ഒരുക്കഘട്ടം എന്നുള്ള നിലയ്ക്കും 2ആയിട്ടാണ് പറയുന്നത്. ആസൂത്രണമാണ് 75%. നിങ്ങൾ തയ്യാറാണെങ്കിൽ ആസൂത്രണമാണ് 75% ഒരു സംഗതിയെ വിജയിപ്പിക്കുന്നത്. രണ്ടാമത്തത് പരിശ്രമവും, ഒരുക്കത്തിലൂടെയുള്ള പരിശ്രമവും. പരിശ്രമിക്കുമെങ്കിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാൽ തലച്ചോറ് നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചതീശൻ എന്ന് കവി പറയുന്നുണ്ട്. കവി പറയുന്നത് ദീർഘങ്ങളാൻ കരങ്ങൾ നൽകിയത്രേ എന്നാണ്. നമ്മൾ തലച്ചോറ് എന്നുള്ളത് ഇവിടെ തൽക്കാലം മാറ്റുന്നു. അങ്ങനെ മാറ്റാൻ പാടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും തലച്ചോറ് നമുക്കുണ്ട്, അത്രയും ദീർഘങ്ങളായ തലച്ചോറാണ്. അത് വെച്ച് പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ആസൂത്രണം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഘട്ടം നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ, ഇനിയുള്ള സമയത്ത് ആ മുഴുവൻ സിലബസിലൂടെയും കടന്നു പോകണം. ആ സിലബസ് പലർക്കും പല ഭാഗങ്ങളും പരിചയം ഉണ്ടാവില്ല.
ഏറ്റവും കുറഞ്ഞത് അങ്ങനെ ഒരു സംഗതി അതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള ബോർഡുകളും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെ കേൾക്കുന്ന ഒരു വാചകവും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന സ്ഥലത്ത് കാണുന്ന ഒരു വ്യക്തിയും ഒക്കെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അത് ലോകമാവാം, അത് ഇന്ത്യയാവാം, അത് കേരളമാവാം. എന്തായാലും ആ സിലബസിലൂടെ ആദ്യം കൃത്യമായിട്ട് എല്ലാവരും കൃത്യമായിട്ടൊന്ന് കടന്നു പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള ശക്തിയും ദൗർബല്യവും എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, തികച്ചും സബ്ജക്റ്റീവാണ്. ആ ശക്തിയും ദൗർബല്യവും കൃത്യമായിട്ട് നമ്മളൊന്ന് കണക്കാക്കുക എന്നുള്ളതാണ്. ആ സിലബസിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ അതിൽ ചിലർ ചരിത്രത്തിൽ നല്ല ശക്തിയുള്ള ആളുകളായിരിക്കും, ചിലര് ഭൂമിശാസ്ത്രത്തിലായിരിക്കും, ചിലർ സാമ്പത്തിക ശാസ്ത്രത്തിലായിരിക്കും, ചിലർ ഭരണഘടനയിലായിരിക്കും, ചിലര് പ്രിലിമിനറി മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലർ മലയാളത്തിലായിരിക്കും, ചിലർ ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും, ചിലർ അതിന്റെ യുക്തിഭദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമായിരിക്കും, ചിലര് അഡ്മിനിസ്ട്രേഷനിലായിരിക്കും. എന്തായാലും നിങ്ങൾ ചിലപ്പോൾ 1, 2, 3 ഭാഗത്തുണ്ടാവും, ചില ഭാഗം ഇത്തിരി മോശം ഉണ്ടാവും. അതിന്റെ ആ ശക്തി ഉള്ള ഭാഗങ്ങൾ, വ്യക്തിപരമായി നിങ്ങളുടെ ശക്തിയുള്ള ഭാഗങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക, അത് അറിയുന്നതോടൊപ്പം തന്നെ എഴുതി വെക്കുക. ആ ശക്തി അറിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ദൗർബല്യവും നമുക്ക് കുറെയൊക്കെ ആ മേഖലയിൽ മനസ്സിലാവും എന്നുള്ളതാണ്. അതോടൊപ്പം സിലബസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മളുടെ മറ്റ് കാര്യങ്ങളും വ്യക്തിപരമായ മറ്റ് കാര്യങ്ങളും ആ ദൗർബല്യങ്ങളും ശക്തിയും നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറക്കത്തെ കൃത്യസമയത്ത് ഉറങ്ങണമെന്നോ എഴുന്നേക്കണം എന്നോ അങ്ങനെ കൃത്യമായ ഒരു സാധനമൊന്നും എനിക്കില്ല. എനിക്ക് ഉറക്കത്തെ മെരുക്കിയെടുക്കാൻ കഴിയും. അത് രാവിലെ ഇത്തിരി കിടന്നുറങ്ങണം, പക്ഷേ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് ഉറങ്ങിയാലും ഒരു 8 മണി വരെയൊക്കെ ഉറങ്ങണം. അല്ലാതെ അതിനു മുമ്പേ ഉള്ള സമയത്ത് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായ സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജീവിതത്തിൽ പലപ്പോഴും. ഇത്തിരി വൈകി വരെ ഇരിക്കാൻ കഴിയും. അപ്പൊ പരീക്ഷയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ സമയത്തെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തിയാണ്. അതേസമയം നമുക്ക് മിക്കവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള മിക്കവർക്കുള്ള ഒരു സംഗതി, ഒരു ദൗർബല്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും റീൽസ് കാണുന്നു, അടുത്ത റീൽസിലേക്ക് പോകുന്നു, അടുത്ത ഷോർട്സിലേക്ക് പോകുന്നു. ചിലപ്പോൾ അത് വഴി നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നു, ആ വാട്സപ്പിൽ വന്ന മെസ്സേജിൽ ഒരു ലിങ്കിൽ ഒരു ക്ലിക്ക് ചെയ്യുന്നു. അതിങ്ങനെ കറങ്ങി നമ്മുടെ സമയത്തെ നമ്മൾ അറിയാത്ത ഒരു ദൗർബല്യമായിട്ട് അതെനിക്കും ഉണ്ടായിരുന്നു. നമ്മൾ ആ ദൗർബല്യം ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് തിരുത്താൻ കഴിയും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സബ്ജക്റ്റീവ് അല്ല, കുറച്ചുകൂടി പുറത്തുള്ള സാഹചര്യം അനുസരിച്ചിട്ട് നമ്മളുടെ അവസരങ്ങളും അതോടൊപ്പം തന്നെ നമ്മളുടെ വെല്ലുവിളികളും നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, അത് എഴുതി വെക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു വളരെ വലിയൊരു ലൈബ്രറിയുടെ, ഒരു അക്കാദമിക് ആയിട്ടൊരു ലൈബ്രറിയുടെ അടുത്താണെങ്കിൽ അതൊരു അവസരമാണ്. നിങ്ങളൊരു അതേസമയം മറ്റൊരു തരത്തിൽ നമുക്കൊരു വെല്ലുവിളിയായിട്ട് നമ്മളുടെ ഈ പരീക്ഷ നടക്കുന്ന 1 മാസ കാലയളവ് നമ്മുടെ തൊട്ടടുത്ത അപ്പുറത്തെ അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വലിയ ഉത്സവം നടക്കുകയാണ്, ഭയങ്കര ബഹളമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു വന്നത് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഈ 4 കാര്യങ്ങൾ, ശക്തി, ദൗർബല്യം, അതോടൊപ്പം തന്നെ അവസരം, വെല്ലുവിളി, അത് 2 സബ്ജക്റ്റീവും 2 സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പം വ്യക്തിപരമായിട്ടുള്ളതും സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അതൊന്ന് കൃത്യമായി പറ്റാവുന്ന അത്ര കൃത്യമായി നോട്ട് ചെയ്യുക. പിന്നീട് വരാവുന്നതൊക്കെ ഉണ്ടാവാം. അപ്പം ആ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ ഇത് കിട്ടും. സിലബസിലൂടെ കടന്നു പോകുന്നു, ഈ ശക്തിയും ദൗർബല്യങ്ങളും അവസരങ്ങളും വെല്ലുവിളികളും നമ്മളൊന്ന് എഴുതി വെക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും, ചിലര് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ചിലർ പഠനം കഴിഞ്ഞ് തൽക്കാലം ഒന്ന് ബ്രേക്ക് എടുത്ത ആളുകളായിരിക്കും, ചിലർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ചിലർ വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിശ്ചിത ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. ഇതിനെ അനുസരിച്ച് നമ്മളുടെ ജീവിതം അനുസരിച്ച് നമുക്ക് സമയത്തെ ഒന്ന് പകുത്ത് എടുത്ത് വെക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റ് സംഘടനാ പ്രവർത്തനമൊക്കെയുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലും എത്ര സമയം നമുക്ക് ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്. ഇനി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തന്നെ മാറ്റിവെക്കേണ്ടതുണ്ട്. അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ശക്തിയും ദൗർബല്യത്തിൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കും അത്. അപ്പം അതിനനുസരിച്ച് സമയം പകുത്തെടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മലയാളം ഇംഗ്ലീഷ് ഒന്നും ഇതിൽ പ്രശ്നമല്ല. അപ്പം ഇതില് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനന്ന്
സർക്കാർ ജോലിയിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ അതിന്റെ ഒരു സ്റ്റേറ്റ് നോഡൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിന് പ്രിപ്പയർ ചെയ്തത്. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ 5 മണിക്കൂർ എനിക്ക് ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമായിരുന്നു. അല്ലാത്ത ദിവസം ആഴ്ചയിൽ ഒരു ദിവസം കണക്കാക്കിയാൽ പോലും 10 മണിക്കൂർ അല്ലാത്ത ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ വരുമ്പം ആഴ്ചയ്ക്ക് 40 മണിക്കൂർ എൻ്റെ മുന്നിൽ അന്ന് ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ എൻ്റെ ഒരു അവസ്ഥ. ഞാൻ സ്ട്രീം 3യിലാണ് എഴുതിയത്. സ്ട്രീം 3യിൽ അന്ന് ഞാൻ കസ്റ്റഡി ഓഫീസറാണ്, അതുകൊണ്ട് എനിക്കത് സ്ട്രീം 3യിൽ എഴുതായിരുന്നു. ഞാൻ സാമൂഹ്യനീതി വകുപ്പിലായിരുന്നു. അത് നമ്മുടെ ഷെഡ്യൂൾഡ് ഈ KSY ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂൾഡ് ആയിട്ടുള്ള വകുപ്പായതുകൊണ്ട് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പം അന്ന് 40 മണിക്കൂർ അത്തരം സമയങ്ങളിൽ അവധി എടുക്കാതെ തന്നെ എനിക്ക് കിട്ടുമായിരുന്നു. ഈ സമയത്തെ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ആദ്യം നമ്മൾ ചെയ്ത ശക്തിയും ദൗർബല്യവും ഉണ്ടല്ലോ സിലബസിലെ, അതനുസരിച്ച് നമ്മൾ ക്രമീകരിക്കണം. ശക്തിയുള്ള ഭാഗത്തിന് വീണ്ടും ശക്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് എത്ര സമയം കൊടുക്കണം, അത് സബ്ജക്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ശക്തി ഇല്ലാത്ത ഭാഗത്തിന് കൂടുതൽ സമയം കൊടുക്കണം. ആ കൂടുതൽ സമയം എത്ര ആയിരിക്കണം, എങ്ങനെയെല്ലാം പകുക്കാം എന്നുള്ള കാര്യം സിലബസിലൂടെ മുഴുവൻ നമ്മൾ കടന്നുപോയി, ശക്തിയും ദൗർബല്യവും കണക്കാക്കി. അതിനനുസരിച്ച് നമ്മൾ ആ സമയത്തെ ക്രമീകരിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ എവിടെ നിന്നെല്ലാം നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ കിട്ടും, വ്യത്യസ്തമായിരിക്കും. ചിലത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാം മലയാളത്തിൽ കിട്ടും എന്ന് പറയാൻ ഞാൻ ആളല്ല. മുൻപത്തെ ഞങ്ങളുടെ അന്നത്തെ സാഹചര്യത്തിൽ തീരെ ആയിരുന്നില്ല. അപ്പം അതില് നമുക്ക് എവിടെ നിന്നെല്ലാം മെറ്റീരിയൽ കിട്ടും, അത്തരം കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാം. അപ്പൊ അത് മലയാളത്തിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ്ങിനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഗതി എന്തെല്ലാമാണ് എന്നൊന്ന് ക്രമീകരിച്ച് വെക്കാം. മറ്റൊന്ന് ഇതാണ്, നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള നമ്മളുടെ പ്രാഥമിക പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ മുഖ്യ പരീക്ഷയെക്കുറിച്ചും ആലോചന വേണം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ ഒബ്ജക്റ്റീവ് ആദ്യത്തെ പരീക്ഷ 2 എണ്ണവും അതിൽ 35% ചോദ്യങ്ങൾ വരുന്നത് സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ്. കുറെ പ്രസ്താവനകൾ നമുക്ക് തരും. ആ പ്രസ്താവനകൾ 4 എണ്ണം തന്നിട്ട് 4 പ്രസ്താവനകൾ ഇപ്പം ഒരു വലിയ കാര്യമായിരിക്കും. ഏതോ ഒരു റിപ്പോർട്ട്, ഇപ്പം ഫ്ലഡ് കേരളത്തിലെ 2018 വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വന്നൊരു ചോദ്യമാണിത്. അതിൽ 4 ചോദ്യങ്ങൾ. അന്ന് കടലിൽ എന്തോ ഒരു പ്രതിഭാസം കൊണ്ട് മുഴുവൻ സമയം വേലിയേറ്റമായിരുന്നു, കായലുകളിലെയും നദികളിലെയും വെള്ളം കെട്ടിക്കിടന്നു, അതുപോലെ തന്നെ ഏതോ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചു, ഡാമുകൾ തുറക്കാൻ വൈകി, ഇങ്ങനെയൊക്കെ പറഞ്ഞ 4 പ്രസ്താവനകൾ നമുക്ക് തന്നു. ഈ 4 പ്രസ്താവനകൾക്ക് താഴെ തരും 1ഉം 3ഉം 4ഉം ശരിയാണ്. അടുത്തത് തരും 1ഉം 2ഉം 3ഉം തെറ്റാണ്, 1ഉം ശരിയല്ല, എല്ലാം ശരിയാണ്. ഈ സംഗതി ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയിൽ നമ്മൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് പൂർണ്ണമായും നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ആ ഉത്തരത്തിലേക്ക് 1ഉം 2ഉം 3ഉം ശരിയാണോ, 1ഉം ശരിയല്ലേ എന്നൊക്കെയുള്ള സംഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും കുറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ആ സമയത്ത് വന്ന, അതിനുശേഷം വെള്ളപ്പൊക്കത്തിന് ശേഷം വന്ന പത്ര റിപ്പോർട്ടിലൂടെയെങ്കിലും നമ്മൾ കൃത്യമായി കടന്നുപോയിരിക്കേണ്ടി വരും. അഥവാ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒബ്ജക്റ്റീവ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം 2018, 20, 24 എന്നൊക്കെ തന്നു കഴിഞ്ഞത് പോലെ എഴുതാൻ കഴിയുന്ന സംഗതിയല്ല. 35% ചോദ്യങ്ങളും കഴിഞ്ഞ തവണ നടന്ന 2 പരീക്ഷയിലും, 2 പരീക്ഷ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഹയർ സെക്കൻഡറിക്കാർക്ക് പിന്നീടായിരുന്നു പരീക്ഷ നടന്നത്, ബാക്കിയുള്ളവരുടെ പരീക്ഷ ഞങ്ങൾ ഉൾപ്പെടെയുള്ള പരീക്ഷ ആദ്യം നടന്നു. അങ്ങനെ 2 പരീക്ഷയിലും 35%ഓളം ചോദ്യങ്ങൾ പ്രസ്താവനാ ചോദ്യങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതാണ് ആസൂത്രണ ഘട്ടത്തിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ പറഞ്ഞത്. ഒന്ന്, സിലബസിലൂടെ കൃത്യമായിട്ട് 3-4 മണിക്കൂറുകൾ എടുത്ത് സിലബസിലൂടെ കടന്നു പോകല്ല, അല്ലെങ്കിൽ ഒരു ദിവസം എടുത്തിട്ട് സിലബസിലൂടെ കടന്നു പോകല്ല. അത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള സംഗതിയിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത്തത് ശക്തി, ദൗർബല്യം, അവസരം, വെല്ലുവിളി. ഈ 4 കാര്യങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തൽ, എഴുതി വെക്കൽ. മൂന്നാമത്തത് സമയത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് സമയത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പകുത്തെടുക്കൽ. നാലാമത്തത് ഏത് ഭാഷയിലാണ് പരീക്ഷ എഴുതുന്നത് എന്നും, അതോടൊപ്പം തന്നെ പറഞ്ഞു വന്ന പ്രസ്താവനാ ചോദ്യങ്ങൾ മുഖ്യ പരീക്ഷയ്ക്ക് ഉൾപ്പെടെ പ്രിലിമിനറി കാലഘട്ടത്തിൽ തന്നെ ഏകദേശം ഒരുങ്ങൽ.
അപ്പം ഇതാണ് നമ്മൾ 4 ആസൂത്രണ ഘട്ടത്തിലെ 4 കാര്യങ്ങൾ പറഞ്ഞത്. ഏറ്റവും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട സംഗതിയാണ്. ആ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ പഠിക്കാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഗുണകരമല്ല എന്നാണ് ഞങ്ങൾ KS-ന്റെ ട്രെയിനിങ് കാലഘട്ടത്തിൽ വിശദമായി എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ തന്നെ മനസ്സിലായ കാര്യം. മറ്റൊന്ന്, ഇനി 2ാം ഘട്ടം എന്ന് പറയുന്നത് ഇതിന്റെ ഒരുക്കമാണ്. ഇതിന്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഈ നിങ്ങൾക്ക് അല്ല, ഇത് മിക്കവർക്കും വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഒന്ന് പഴയ ചോദ്യ പേപ്പറുകളിലൂടെ കടന്നു പോവൽ എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും ഈ ഗ്രൂപ്പിൽ തന്നെ അഫ്സലൊക്കെ പറഞ്ഞ അനുസരിച്ച് KS തന്നെ വന്നിട്ട് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യം, കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ പരീക്ഷ പ്രിലിമിനറി, 2 പരീക്ഷ പ്രിലിമിനറി നടന്നിട്ടുള്ളൂ, 4 ചോദ്യ പേപ്പറാണ് ഉണ്ടാവുക. അത് പരിചയപ്പെടുത്താനുള്ള ആളുകളെ നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ കൊണ്ടുവരാം. ഇതൊരു കോച്ചിങ് രീതിയല്ല എങ്കിലും ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളത്തിൽ പരമാവധി അതിനെ ഒന്ന് സമീപിക്കുന്ന ആളുകളെ സഹായിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിക്കുക എന്നുള്ള നിലയ്ക്ക് ഒരു സഹകരണം എന്നുള്ള നിലയിൽ നമ്മൾ ഇവിടെ തന്നെ ആളുകളെ ഈ അടുത്ത ആഴ്ചകളിൽ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഏപ്രിൽ ആദ്യം വരെയുള്ള സമയങ്ങളിൽ നമുക്കത് കൊണ്ടുവരാൻ കഴിയും. ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ തന്നെ പരിശോധിക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് അല്ലാതെ എടുത്ത് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ കൊടുത്ത സമയം, നമ്മൾ ഉണ്ടാക്കിയ ചില നിബന്ധനകൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് അവലോകനം നടത്തുക ഓരോ ആഴ്ചയിലും എന്നുള്ളതാണ്. നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 40 മണിക്കൂർ വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ 40 മണിക്കൂർ കിട്ടിയോ എന്ന് വീണ്ടും ഒരു 10 മിനിറ്റ് എടുത്ത് ഒന്ന് പരിശോധിച്ച്, അങ്ങനെയാണെങ്കിൽ അതും കൂടി കവർ ചെയ്യാൻ അടുത്ത ആഴ്ച ഞാൻ എത്ര മണിക്കൂർ കൂടുതൽ ഉറങ്ങാതിരിക്കണം എന്നുള്ള ആലോചന നമ്മൾ നടത്തേണ്ടതുണ്ടാവും എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിനനുസരിച്ച് സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ സൂര്യനെ പോലെ എരിയണം എന്ന് അബുൽ കലാം പറഞ്ഞതുപോലെ ചില സ്ഥലത്ത് അല്പം എരിയാൻ നമ്മൾ തയ്യാറാകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും അവലോകനം നടത്തുക. അവലോകനം നടത്തുന്നതിന് മുമ്പേ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതവും നമ്മളുടെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു നിയമവും ചട്ടവും നമ്മൾ സ്വയം രൂപപ്പെടുത്തേണ്ടതുണ്ട്. ചിലപ്പോ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബന്ധങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വിവാഹത്തിന് നമ്മൾ പോകണോ പോകണ്ടേ? ഇപ്പം എറണാകുളത്ത് താമസിക്കുന്ന ഒരാള് അവരുടെ ഒരു ബന്ധുവിന്റെ വിവാഹം കാസർഗോഡോ ആ സാഹചര്യത്തിൽ അതിന് പോകണോ പോകണ്ടേ എന്നൊക്കെ ഉള്ളത് നമുക്ക് ആദ്യമേ തന്നെ തീരുമാനിക്കാം. അത്തരം നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ടതാണ്. ചിലത് പോകേണ്ടി വരും, അതിലൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഈ 3 മാസക്കാലത്തേക്ക് അല്ലെങ്കിൽ ഈ 7 മാസക്കാലത്തേക്ക് ചില നിയമങ്ങളും ചട്ടങ്ങളും നമ്മൾ സ്വയം ജീവിതത്തിൽ രൂപപ്പെടുത്തണം. അതുപോലെ ഓഫീസിൽ ദിവസേന പോകുന്ന ആളുകളാണെങ്കിൽ ഓഫീസ് കഴിഞ്ഞ ഉടനെ വീട്ടിലെത്തണോ അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡിക്ക് പോകണോ എന്നുള്ള പോലെയുള്ള ചില നിയമവും ചട്ടവും നമ്മൾ രൂപപ്പെടുത്തണം. അതുപോലെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് കമ്പൈൻ സ്റ്റഡി ഗുണം ചെയ്യും, ചിലർക്ക് കമ്പൈൻ സ്റ്റഡി ഗുണം ചെയ്യില്ല. അങ്ങനെ വരുമ്പം അതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതൊക്കെ അവരവർ എന്നെ രൂപപ്പെടുത്തേണ്ടതാണ് ഈ പരീക്ഷയുടെ ഒരു രീതി, പരീക്ഷ ഒരുക്കത്തിന്റെ രീതി. ആ രീതി നമ്മൾ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ പല രീതിയിൽ നമ്മളെ പിന്നോട്ടടുപ്പിക്കുന്ന കമന്റുകളും സംഗതികളൊക്കെ വരും, അതിൽ തർക്കമൊന്നുമില്ല. അത് ഓഫീസുകളിൽ നിന്ന് വരും, പഠിക്കുന്ന സ്ഥലത്തു നിന്ന് വരും, നമ്മുടെ കൂട്ടുകാരുടെ അടുത്തു നിന്ന് വരും, പലതരത്തിൽ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പം വരും. അങ്ങനെയൊക്കെ വരുമ്പോഴും അങ്ങനെയല്ല, ഞാനിതിന് ഒരുങ്ങിക്കഴിഞ്ഞ ആളാണ്, ആ ഒരുങ്ങിക്കഴിഞ്ഞ ആൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്ന് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള നമ്മളുടെ കൂട്ടുകെട്ടും അതോടൊപ്പം തന്നെ സമാനമായി ആലോചിക്കുന്ന ആളുകൾ, പഠിക്കുന്ന ആളുകളുമായുള്ള സംസാരവും ഫോണിൽ സംസാരവും ഒക്കെ അങ്ങനെയുള്ള ആളുകളുമായിട്ടാവുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാത്തവരുമായിട്ട് സംസാരിക്കുകയും സംഗതികളൊക്കെ നമ്മൾ ചെയ്യുന്നു, പക്ഷേ പിന്നോട്ടടുപ്പിക്കുന്ന രീതിയിൽ അത് കൊണ്ടുപോകരുത് എന്ന് നമ്മൾ മനസ്സിനോട് ഈ ആഴ്ചയിൽ അവലോകനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചിലരൊക്കെ ദിവസേന എല്ലാം കഴിഞ്ഞ് രാത്രി 12 മണിക്കാണ് ഒരാൾ കിടക്കുന്നതെങ്കിൽ ആ സമയത്ത് അവലോകനം ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നതിലും നല്ല കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലെ പലതരം മെറ്റീരിയൽ നമ്മുടെ മുന്നിലേക്ക് വരും, പല പരസ്യങ്ങൾ വരും. ഇന്ന കോച്ചിങ് സെന്ററിന്റെ മെറ്റീരിയൽ ഗംഭീരാണെന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറയും. അങ്ങനെ നോക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഉപാധികൾ എന്തെല്ലാണോ ആ ഉപാധികളിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ പഠനത്തെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്.
പലതും വരും. ആ റാങ്ക് ഫയൽ ഗംഭീരാണ്, മറ്റേ അവരിറക്കിയ എൻലൈറ്റ് ഇറക്കിയതാണ് നല്ലത്, അല്ലെങ്കിൽ ഫോട്ടോൺ ഇറക്കിയാണ് നല്ലത്, അല്ലെങ്കിൽ പ്രിയ ആമ്പിളിന്റെ ഗംഭീര സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ കോച്ചിങ് സെന്ററുകൾ. പലതരം സംഗതികൾ പല ഭാഗത്തു നിന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിലേക്കല്ല, ഏതെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് ചെയ്യുന്ന സ്ഥാനത്ത് തന്നെ തുടരുക. അതിൽ കിട്ടാത്തത് സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തന്നെ സിലബസിലൂടെ കടന്നുപോയി, വീണ്ടും ആഴ്ചകളിൽ കടന്നു പോകും. സിലബസ് കിട്ടാത്ത സാധനങ്ങൾ അത് നോട്ട് ചെയ്തിട്ട് നമ്മൾ മറ്റേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് അത് വാങ്ങിയെടുക്കുക, അല്ലെങ്കിൽ അത് കൂടി കടന്നു പോവുക. മുഴുവൻ സിലബസിലൂടെയും പോവുക എന്നുള്ളത് നിർബന്ധമാണ്. സിലബസ് ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയുന്നത്, ചിലപ്പോൾ സിലബസിൽ നമുക്ക് മനസ്സിലാവുകയേ ചെയ്യാത്ത ചില സംഗതികൾ പല ഭാഗത്തുനിന്നും ഉണ്ടാവും. പലത് പഠിച്ച ആളുകളാണ്, ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾ ഉണ്ടാവും, മലയാളം പഠിച്ച ആളുകൾ ഉണ്ടാവും, ചരിത്രം പഠിച്ച ആളുകൾ ഉണ്ടാവും, ഇംഗ്ലീഷ് പഠിച്ച ആളുകൾ ഉണ്ടാവും. ഏതായാലും അതില് നമുക്ക് മനസ്സിലാത്ത ചില സംഗതികളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ പുതിയ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കത് ഗൂഗിൾ ചെയ്തു നോക്കാം. ആ വിഷയം എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിരിക്കണം. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മുഖ്യ പരീക്ഷയിൽ മാറും. പ്രിലിമിനറി പരീക്ഷയിൽ തന്നെ ചിലപ്പം അത് എഴുതുന്നതാണ് ആ ചോദ്യം എന്ന് മനസ്സിലായാൽ മാത്രം നമുക്ക് ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇത് മൈനസ് മാർക്ക് കൂടി ഉള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമുക്ക് ഓരോ വാക്കിനെയും സമീപിക്കാൻ എന്നുള്ളതാണ്. അത് മലയാളത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് നമ്മളെ സിലബസിൽ എന്താണ് അവർ എന്നുള്ളത് നമ്മൾ അറിയാത്തത് മുഴുവൻ ഏതെങ്കിലും തരത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ എന്നുള്ളതാണ് മറ്റൊരു സാധനം. മറ്റൊന്ന്, പ്രിലിമിനറിക്ക് തന്നെ ഒരു വായന കൊണ്ട് മാത്രം എല്ലാം മനസ്സിലാകുന്ന ആളുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. 2 വായനയിലൂടെയും കടന്നു പോകണം. ഒന്നാം വായന, രണ്ടാം വായനയ്ക്ക് കീ വേർഡുകൾ, പ്രധാനപ്പെട്ട വാക്കുകൾ ഉണ്ടാവുമല്ലോ, ആ കീ വേർഡുകൾ നമ്മൾ ഒന്ന് അടിവരഞ്ഞിട്ട് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയുടെ കാര്യത്തിൽ തന്നെ പോകണം എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയ്ക്ക് ഒരു കാരണവശാലും KS-ന് ഈ വൺ ആൻസർ എന്നുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്, പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്, പിണറായി വിജയൻ എന്നുള്ള പഠനം ഒരു തരത്തിലും KS-ന് ഉപകാരമല്ല. ഒരാൾ പോലും അങ്ങനെ പഠിച്ച ഒരാൾ പോലും കയറി വന്നിട്ടില്ല എന്നാണ് പിന്നീട് നമുക്ക് ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മുടെ വിനോദങ്ങൾ എന്ന് പറയുന്ന സംഗതിയെ പൂർണ്ണമായി മാറ്റി വെക്കേണ്ടതില്ല. ചിലർക്ക് പാചകമായിരിക്കും, ചിലർക്ക് അരമണിക്കൂർ നടത്തായിരിക്കും, ചിലർക്ക് പുസ്തകം വായനയായിരിക്കും. അതിനെ തുടരുക, പക്ഷെ അതിന്റെ സമയത്തെ കുറയ്ക്കുക. നടത്തോ പാചകമോ മറ്റു പണികളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് തലേ ദിവസം വായിച്ച സാധനത്തിലൂടെ മനനം ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. അതുപോലെ ആ മനനം ചെയ്യലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി കൂടി നമ്മൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ നമ്മളുടെ പരീക്ഷയുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് 50%-ലധികം ചോദ്യങ്ങൾ, അത് പ്രിലിമിനറി ആവട്ടെ മുഖ്യ പരീക്ഷയാവട്ടെ, പ്രാഥമികവും മുഖ്യ പരീക്ഷയിലൂടെ കടന്നു പോകുന്ന ചോദ്യത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് മനസ്സിലാവും, കേരളത്തെ കേന്ദ്രീകരിച്ചാണ് വന്നത്. അപ്പൊ കേരളത്തെ കേന്ദ്രീകരിച്ച് ചോദ്യം വരും. IAS അക്കാദമികൾ മിക്കതും കേരളത്തെ കേന്ദ്രീകരിക്കില്ല. കാരണം എന്താണ്, അവര് സ്ഥിരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൾ ഇന്ത്യ പെർസ്പെക്റ്റീവിലും പിന്നെ ലോകത്തിന്റെ പെർസ്പെക്റ്റീവിലുമാണ്. അതിനപ്പുറം കേരളത്തെ കേന്ദ്രീകരിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ള നല്ല ബോധ്യം ഉണ്ടാവുക. ഒരു 1-ാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആ 1-ാം ലോക മഹായുദ്ധ കാലത്ത് കേരളത്തിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് ആലോചിക്കുക. 1936 ശ്രീത്ര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്ന സമയത്ത് ഇന്ത്യയുടെ മറ്റു ഭാഗത്ത് എന്തായിരുന്നു അവസ്ഥ എന്നും ആലോചിക്കുക. അപ്പൊ ലോകത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ പോലും, അല്ലെ ഇപ്പം ജോഗ്രഫിയാണ് പഠിക്കുന്നെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നോക്കുക. അപ്പൊ പസഫിക് സമുദ്രത്തിലെ മറിയാന കിടങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അറബിക്കടലിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലൂടെ നമ്മൾ ഇതൊന്ന് പരസ്പരം ബന്ധിപ്പിക്കുക. ചോദ്യങ്ങളും അങ്ങനെ തന്നെയാണ് വരിക. ഒരു കാരണവശാലും ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപൂർവം ചോദ്യങ്ങൾ ഇല്ലെന്നല്ല, എങ്കിലും മിക്ക ചോദ്യങ്ങളും ഇൻഡയറക്റ്റ് വരും. ഇൻഡയറക്റ്റ് വരുമ്പോൾ ഇതിനെ ബന്ധിപ്പിക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഒരു പരിശീലനം കൂടി ആയിരിക്കണം നമ്മളുടെ പഠനകാലം, അല്ലെങ്കിൽ ഇതിന്റെ കാലം എന്നുള്ളതാണ്. ഒറ്റ കാര്യവും ഈ പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇന്നലകൾ ഇതിലൊരു പ്രശ്നമേ അല്ല. ഇന്നലകൾ ചിലപ്പോൾ നമ്മൾ SSLC തോറ്റുപോയവരായിരിക്കാം, പ്രീ ഡിഗ്രി ഫസ്റ്റ് റാങ്കിൽ അല്ലെങ്കിൽ വലിയ ഗ്രേഡോടുകൂടി A+ ഗ്രേഡോടുകൂടി ജയിച്ച് ആ ജില്ലയിൽ ഏറ്റവും മുന്നിൽ വന്ന ആളായിരിക്കാം. ചിലപ്പോൾ നേരെ തിരിച്ച് പ്രീ ഡിഗ്രി ഓർ +2 തോറ്റുപോയവരായിരിക്കാം. ഡിഗ്രിയിൽ വലിയ മാർക്ക് വാങ്ങിയവരോ മാർക്ക് വാങ്ങാത്തവരോ അല്ലെങ്കിൽ ഒന്നും തോറ്റുപോയവരൊക്കെ ആവാം നമ്മൾ. പക്ഷെ ഇതൊന്നും KS-നെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല.
സ്ട്രീം 1ന്റെ യോഗ്യത, 2ന്റെ യോഗ്യത, 3ന്റെ യോഗ്യത എന്നുള്ളത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണാം. ആ യോഗ്യത ഉണ്ടാവുകയും പരീക്ഷ എഴുതാൻ തയ്യാറാവുകയും തുടർച്ചയായിട്ട് പരിശ്രമിക്കുകയും, ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ പരിശ്രമിക്കുകയിൽ എന്തിനേയും എന്നുള്ള ഇത് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഡിഗ്രി കഴിയാൻ നമുക്കൊരു മിനിമം ബുദ്ധി വേണം. ആ ബുദ്ധി തന്നെ മതി ഈ പരീക്ഷയിലേക്ക് നമുക്ക് വിജയം നേടാനും. അതുകൊണ്ട് തന്നെ ഇന്നലകളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതേയില്ല. എന്നേക്കാൾ ഒരുപാട് മാർക്ക് ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ ഡിഗ്രിക്ക് അയാൾ, അപ്പൊ അയാളൊക്കെ എഴുതുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനു ഇതിന് നിൽക്കണം എന്നുള്ളൊരു ചോദ്യമേ ഇക്കാര്യത്തിലില്ല. KS ലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന ആളുകൾ, സ്ട്രീം 1 ആവട്ടെ, 2 ആവട്ടെ, 3 ആവട്ടെ, ഏതായാലും അവര് ഒന്നും ഈ വലിയ രീതിയിൽ ഇതുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. പരിശ്രമം തന്നെയാണ് അവരെ അവിടെ എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ചെറിയ ഭാഗം പറയാനുള്ളത് നമ്മളുടെ മലയാളവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകളാണ്. അഭിമാനത്തോടെ, ഏറ്റവും ആത്മാഭിമാനത്തോടു കൂടി അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. ഞാൻ ഒരു അനുഭവം കൂടി പറയാം. മുഖ്യ പരീക്ഷയ്ക്ക് മണക്കാട് സ്കൂളായിരുന്നു എനിക്ക്, തിരുവനന്തപുരം മണക്കാട് സ്കൂളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പരീക്ഷയ്ക്ക് ഒന്നാമത്തെ പേപ്പർ ചരിത്രത്തിന്റെ പേപ്പറാണ്. രാവിലെ 10 മണിക്കാണ് പരീക്ഷ. പക്ഷെ 8:30 ആകുമ്പോഴേക്ക് നമ്മൾ അവിടെ എത്തുന്നുണ്ട്. 8:30ക്ക് അവിടെ എത്തി ചില സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമല്ലോ നമ്മൾ മെയിൻ പരീക്ഷയ്ക്ക്. അപ്പം മറ്റേനും ചെയ്യും, എന്നാലും മെയിൻ പരീക്ഷയ്ക്ക് കൂടുതലായിട്ട്. അപ്പം നോട്ടൊക്കെ എടുത്തൊന്ന് പ്രിപ്പയർ ചെയ്ത് മലയാളത്തിൽ എഴുതിയാണ്ട് എൻ്റെ തൊട്ട് ബാക്കിലുള്ള കക്ഷി ചോദിക്കുകയാണ്, നിങ്ങൾ മലയാളത്തിലാണോ എഴുതുന്നത്? ഞാൻ പറഞ്ഞു അതെ. അല്ല, മലയാളത്തിൽ എഴുതി ഇത് കിട്ടൂല എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് ഒക്കെ രണ്ടാമത്തെ അല്ലേ. നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് നമ്മളുടെ ആശയവും നമ്മളുടെ ചിന്തയും നമ്മളുടെ വിവരവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഭാഷയിൽ എഴുതുക എന്നുള്ളതല്ലേ നല്ലത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനും അങ്ങനെ എഴുതണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഞാൻ ഇംഗ്ലീഷിൽ അങ്ങ് എഴുതാം അല്ലേ എന്ന്. അവിടെ എത്തിയിട്ട് പോലും അദ്ദേഹം പൂർണ്ണ തീരുമാനത്തിൽ എത്തിയിട്ടല്ല ഇംഗ്ലീഷിൽ എഴുതുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു, അഭിമുഖം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഒരു സമയമുണ്ടല്ലോ PSCയിൽ. ഇദ്ദേഹം സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, ഇദ്ദേഹം സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഒരേ ദിവസമാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്. അവിടെ വെച്ച് ഞങ്ങൾ കാണുന്നു. അന്ന് അദ്ദേഹം എന്നോട് പറയുവാണ്, നിങ്ങൾ മെയിൻ ലിസ്റ്റിലാണെന്ന് ഞാൻ കണ്ടു, ഞങ്ങൾ അടുത്തടുത്ത നമ്പർ ആയിരിക്കുമല്ലോ അപ്പുറം ആയതുകൊണ്ട്. അപ്പം മെയിൻ ലിസ്റ്റിലാണെന്ന് ഞാൻ കണ്ടു, എനിക്കും അന്ന് മലയാളത്തിൽ എഴുതിയാൽ മതിയായിരുന്നു ഇല്ലേ എന്ന് എന്നോട് ചോദിക്കുകയാണ്. എനിക്കതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും അന്നേരം അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളോട്, ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും അഭിമാനത്തോടെ, താല്പര്യത്തോടെ നമ്മുടെ ചിന്തയും വികാരവും സ്നേഹവും പരിഗണനയും വിവരവും ഒക്കെ ഏറ്റവും നന്നായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ചുറ്റുപാടിന്റെ ഭാഷ എന്നുള്ള നിലയ്ക്കും, നമ്മൾ ജോലിയിൽ കയറിയാൽ എല്ലായിടത്തും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ള നിലയ്ക്ക് എല്ലായിടത്തും പ്രകടിപ്പിക്കേണ്ടത് ഈ ഭാഷയിലാണ്. നമ്മുടെ എഴുത്തും നമ്മളുടെ ഫയലെഴുത്തും നമ്മുടെ റിപ്പോർട്ടും ഒക്കെ ഈ ഭാഷയിലാണ്. അപൂർവമായി മറ്റ് സ്റ്റേറ്റിലേക്ക് പോവുകയും മറ്റ് ഭാഗങ്ങളിലേക്ക് ഡൽഹിയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ മലയാളത്തിലാണ് കേരളത്തെ ഭരിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടും കൂടി വളരെ അഭിമാനത്തോടെ ജനകീയർ ഞങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഭരണത്തിലേക്ക് കയറാൻ ഭരണത്തിന്റെ ഭാഗമായി മാറാൻ കഴിയണം. അതുകൊണ്ട് മലയാളത്തിൽ എഴുതുക എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. അതുപോലെ പ്രാഥമിക പരീക്ഷയ്ക്ക് വലിയ ഭാഷാ പ്രശ്നമില്ല. നമ്മളൊക്കെ അനുഭവിച്ച ഒരു പ്രതിസന്ധി ഞാൻ പറയാം. ഒരു വാക്ക് ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് മനസ്സിലായില്ല. ചോദ്യം നമ്മളുടെ പലായനവുമായി ബന്ധപ്പെട്ട, പലായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേഷൻ എന്നുള്ള വാക്ക് എനിക്കറിയാം. പക്ഷെ അതിൽ എക്സോഡസ് എന്നുള്ളൊരു പ്രത്യേക വാക്ക് അവിടെ ഉപയോഗിച്ചിരുന്നു. എക്സോഡസ് അന്ന് എനിക്ക് എക്സോഡസ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യം കിട്ടിയില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്ന് ഫേസ്ബുക്കിൽ എഴുതിയായിട്ട് എൻ്റെ ഓർമ്മ. അപ്പൊ എക്സോഡസ് എന്നുള്ള വാക്ക് കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് മാത്രം എനിക്ക് അന്ന് ആ ഒരു മാർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ ചോദ്യം മലയാളത്തിൽ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് രണ്ടുണ്ട് കാര്യം. ഒന്ന്, ഇത്തരം വാക്കുകൾ അപ്പുറത്ത് നോക്കിയാൽ മനസ്സിലാകും. രണ്ട്, ചോദ്യം വായിച്ച് അതിനെ ഗ്രാസ്പ് ചെയ്യാനുള്ള സമയം നമുക്ക് മലയാളം കൂടി അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് കുറയും. അപ്പൊ അതുകൊണ്ട് ഭാഷ പ്രാഥമിക പരീക്ഷയ്ക്ക് എഴുത്തിൽ പ്രശ്നമല്ല, ഈ കറപ്പിക്കൽ തന്നെയാണ്. നമ്മളത് ABCD സിസ്റ്റമാണ്. ഏത് കറപ്പിക്കണമെന്നും പ്രാഥമിക പരീക്ഷയ്ക്ക് തീരുമാനിച്ചാൽ മതി. പക്ഷെ അത് മനസ്സിലാക്കാൻ ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് തമിഴോ മലയാളമോ കന്നഡയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ എന്നുള്ള രീതിയിൽ, ഇംഗ്ലീഷും മലയാളമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, കന്നഡ ആവശ്യപ്പെടുന്നവർക്ക് അത് കൊടുക്കും. അപ്പൊ ആ രീതിയിൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ഭാഷ എഴുത്തിൽ പ്രശ്നമല്ല. അപ്പം പ്രാഥമിക പരീക്ഷയിൽ ഈ സെലക്ട് ചെയ്യലായതുകൊണ്ട് അത് അതിനകത്തു നിന്ന് തന്നെ നമ്മൾ കറപ്പിച്ച് പോകാവുന്നതേ ഉള്ളൂ. എങ്കിലും ഈ ഒരു വിഷയം നമുക്ക് ഒഴിവായി കിട്ടും. രണ്ടാമത്തത്,
മുഖ്യ പരീക്ഷയ്ക്ക് പ്രാഥമിക പരീക്ഷയ്ക്ക് ഒരു സംഗതി എന്താ പറഞ്ഞാൽ 30 മാർക്കിന്റെ ചോദ്യം മലയാളവുമായി ബന്ധപ്പെട്ട വ്യാകരണവും പദഘടനയും ഒക്കെയാണ്. ആ ഭാഗത്തെ പരമാവധി മാർക്ക് നമ്മൾ പിടിക്കുകയാണെങ്കിൽ, മലയാള വ്യാകരണവുമായി ബന്ധപ്പെട്ട് 1-2 ക്ലാസ് ഇതിനകത്ത് വെക്കും, താല്പര്യമുള്ളവർക്ക് കയറാവുന്നതാണ്, അതൊക്കെ അഫ്സൽ പറയും. അപ്പം പിന്നെ അതായത് നമ്മുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ നമുക്കത് അതിന്റെ ചർച്ചകൾ തുടരാം. അതുമായി ബന്ധപ്പെട്ട് പിടിക്കുകയാണെങ്കിൽ, പരമാവധി മാർക്ക് പിടിക്കുകയാണെങ്കിൽ പ്രാഥമിക പരീക്ഷയിൽ നിന്ന് മെയിൻ പരീക്ഷയിലേക്ക് കയറൽ എളുപ്പമായി തീരും എന്നുള്ളതാണ്. മുഖ്യ പരീക്ഷയ്ക്ക് നമ്മളിപ്പോൾ 3 പേപ്പറാണുള്ളത്. അതിലൊരു പേപ്പർ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ എഴുതാം. എന്നാൽ ഒരു പേപ്പറിൽ തന്നെ ഇപ്പൊ ചരിത്രമാണ്, ആദ്യത്തെ പേപ്പർ ചരിത്രമാണ്, രണ്ടാമത്തത് ജോഗ്രഫിയും പൊളിറ്റിയും ആണെന്നാണ് എൻ്റെ ഓർമ്മ, മൂന്നാമത്തത് എക്കണോമിക്സും സയൻസ് ആൻഡ് ടെക്നോളജിയും ആണ്. അപ്പം ഇതിലൊരു പേപ്പർ പൂർണ്ണമായും മലയാളത്തിൽ എഴുതാം, മറ്റൊരു പേപ്പർ വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ കന്നഡയോ തമിഴോ ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഒരു പേപ്പറിൽ തന്നെ ജോഗ്രഫി മലയാളത്തിലും പൊളിറ്റി രാഷ്ട്രതന്ത്രം നമുക്ക് ഇംഗ്ലീഷ് എഴുതി കളയാം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഒരു പേപ്പറിൽ പൂർണ്ണമായും മലയാളം ആയിരിക്കണം. പിന്നെ ഭാഷയായി ബന്ധപ്പെട്ട് പദസ്വീകാര നയമാണ്, സർക്കാരിന്റെ പദസ്വീകാര നയം തന്നെയാണ് PSCയുടെയും പദസ്വീകാര നയം. ആ പദസ്വീകാര നയം നമുക്ക് തുടരാം. അത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഒരു വാക്ക് മലയാളത്തിൽ കിട്ടുന്നില്ല, അത് ഇംഗ്ലീഷിലാണ് കിട്ടുന്നതെങ്കിൽ അത് മലയാളം ലിപിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് മലയാളമായി പരിഗണിക്കും. അഥവാ എല്ലാ വാക്കിനും വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിച്ചു പോകേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് അർത്ഥം. പക്ഷേ ഇപ്പം നമ്മളിപ്പം പറയുന്നത് പരിപാടിയിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ സ്റ്റേജിൽ എത്തിച്ചേർന്നു എന്നാണ് നമ്മൾ പറയുന്നത് എന്നിരിക്കുക. ആ സ്റ്റേജ് എന്നുള്ള വാക്ക് അതിൽ ഇംഗ്ലീഷാണ്, അത് മലയാളത്തിൽ തന്നെ നമ്മൾ മലയാള ലിപിയിൽ എഴുതുന്നു എന്നേ ഉള്ളൂ, ഒരു പ്രശ്നവും അതിലില്ല. എന്നാൽ കണ്ടസ്റ്റന്റിൽ കോണ്ടക്സ്റ്റിൽ ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് എഴുതി വെക്കാൻ പാടില്ല. ഇതാണ് പദസ്വീകാര നയം. നമുക്ക് ഒരു വാക്കും 2 വാക്കും പ്രത്യേകം ചേർത്ത് അങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പോലീസിനെ എന്നുള്ളത് പോലീസിനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഏത് വാക്കും ബെഞ്ച്, ഡെസ്ക് എന്നൊക്കെ പറയുന്നത് പോലെ അതൊക്കെ മലയാളീകരിക്കപ്പെട്ട വാക്കുകളാണ്. എല്ലാ വാക്കിനും മലയാളം തേടി പോകലല്ല, മറിച്ച് മലയാള ലിപിയിൽ എഴുതലും ആ മലയാള ലിപിയിൽ എഴുതുമ്പോൾ തന്നെ അതിനെ ഒരു വൃത്തിയിൽ ഒരു ഭാഷാപരമായ പ്രത്യേകത ഉപയോഗിച്ച്, മലയാള ഭാഷാപരമായ പ്രത്യേകത ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി. അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. എല്ലാ വാക്കിനും മലയാളം അന്വേഷിച്ച് പോകേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ പദസ്വീകാര നയം. അതുപോലെ സമയവുമായി ബന്ധപ്പെട്ടാണ് വേറൊരു ചോദ്യം മലയാളമായിട്ട് ബന്ധപ്പെട്ട് വരിക. ഇനി ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വേഗം പട എഴുതാം. നമ്മളിങ്ങനെ ഉരുട്ടി എഴുതുമ്പോൾ ചിലർ പറയുന്നതാണ് ഉരുട്ടി എഴുതുമ്പോൾ സമയം പോകില്ലേ എന്നുള്ളതാണ്. മുഖ്യ പരീക്ഷയ്ക്കാണ് ഈ പ്രശ്നം വരുന്നത്. മുഖ്യ പരീക്ഷ 3 എണ്ണത്തിലും ആ പ്രശ്നം വരുന്നില്ല. മലയാളത്തിൽ എഴുതിയ ഞാനുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ പിന്നെ വന്നു ചേർന്ന 1-2 പേരുകളുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആർക്കും തന്നെ സമയത്തിന്റെ ഒരു പ്രശ്നം വന്നില്ല. ചരിത്രത്തിലാണ് സാധാരണഗതിയിൽ അത് വലിയ രീതിയിൽ വരിക എന്നുള്ളതാണ്. പക്ഷെ അതും വരില്ല. കാരണം എന്താ പറഞ്ഞാൽ പരീക്ഷയുടെ ഘടന നമ്മൾ വിചാരിക്കുന്ന പോലെ എഴുതാൻ പറ്റില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ഒരു നിശ്ചിത സ്ഥലമാണ് നമുക്ക് തരിക. ചിലപ്പോൾ ചോദ്യത്തിന് ഇപ്പൊ കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞിട്ട് 3 വരി തരും. സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാൻ നമുക്ക് ചിലപ്പോൾ 10 പേജോ 20 പേജോ എഴുതാൻ പറ്റും. പക്ഷെ ആ 3 വരിയിൽ ഒതുക്കണം. അവിടെ 3 വരിയാണ് തന്നെങ്കിൽ ആ 3 വരിയിൽ ഒതുക്കണം. 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ചോദ്യമാണ് മെയിൻ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. കഴിഞ്ഞ വർഷം അങ്ങനെയാണുള്ളത്, ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അപ്പൊ 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും 3 വരി തരുന്നതുണ്ടാവും, ചിലപ്പോൾ 2 പേജ് തരും, അല്ലെ 3 പേജ് തരും. അപ്പം അതിനനുസരിച്ച് അതിനെ ഒതുക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം 3 വരിയാണ് തരുന്നതെങ്കിൽ ഒരു ചോദ്യത്തിന് ഇപ്പൊ സോളാർ സിസ്റ്റം എന്ന് തന്നിട്ട് 3 വരിയാണ് നമുക്ക് തരുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നുള്ള രീതിയിൽ, ഭൂമി, ചൊവ്വ എന്നുള്ള രീതിയിൽ നമുക്കിത് വരയ്ക്കാം. പക്ഷെ അതിന്റെ ഘടന മാറിപ്പോയാൽ മൊത്തം മാർക്ക് പോവും. അതേസമയം ഈ ഗ്രാഫ് വരയ്ക്കുമ്പം ഒരു തെറ്റിനല്ല മൊത്തം മാർക്ക് പോകും. എഴുതുമ്പം ചെറിയൊരു തെറ്റ് വന്നാലും ബാക്കിയുള്ളത് ശരിയാണെങ്കിൽ അംഗീകരിച്ച് പോകും. അത് നമ്മൾ അതാത് സ്ഥലത്തെ പരീക്ഷാ ഹാളില് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവുക. ആദ്യമേ എഴുതി പഠിക്കേണ്ടതാണെങ്കിൽ എഴുതി പഠിക്കുക. എങ്കിലും പരീക്ഷാ ഹാളിൽ എത്തിയിട്ട് മാത്രമേ അത് ഉറപ്പിക്കാൻ കഴിയൂ. എത്ര സ്ഥലമുണ്ട് എന്നുള്ളത് അവിടെ വെച്ച് മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം.
അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ സമയം ഒരു വലിയ പ്രശ്നമല്ല. എല്ലാവർക്കും നിശ്ചിത സ്ഥലമേ കിട്ടൂ, അധികം എഴുതാൻ പറ്റില്ല, അധികം എഴുതി പോവുകയില്ല, എന്താ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യമേ ചോദ്യം കാണുമ്പോൾ ഇതിങ്ങനെ എഴുതി തീർക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അവിടെ എഴുതാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സമയം പോകുന്ന, മലയാളത്തിൽ എഴുതിയതുകൊണ്ട് സമയം പോകുന്ന ഒരു പ്രതിസന്ധി ഈ KS പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ PSCയുടെ എല്ലാ ഡിസ്ട്രിക്ട് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് സത്യം. സത്യം എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയവരുടെ അനുഭവം വെച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. എന്തായാലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ സ്ഥിതിക്ക് മലയാളത്തിൽ ഏറ്റവും മനോഹരമായി എഴുതാൻ കഴിയുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഇപ്പോഴത്തെ 76 പേരും എന്ന് ഞാൻ കരുതുന്നു. മൊത്തം 77 പേര് ഞാൻ ഒഴിച്ചു നിർത്തിയാൽ 76 പേരും എന്ന് ഞാൻ കരുതുന്നു. ഈ സംഗതി നമ്മൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഏപ്രിൽ 7 അല്ലേ നമ്മളുടെ ഏപ്രിൽ 9 അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഇത് ഉറപ്പിച്ചിട്ട് പരമാവധി ആളുകൾ മലയാളത്തിൽ എഴുതുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ PSCക്ക് പിന്നെ നടത്താതിരിക്കാനും കഴിയില്ല. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതിനേക്കാൾ 10 ഇരട്ടി ആളുകളെങ്കിലും ഇപ്രാവശ്യം മലയാളത്തിൽ എഴുതും എന്ന് നമുക്കറിയാം. അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും അതിലും കൂടും. വിദ്യാലയങ്ങളിൽ നിന്ന് മലയാളം കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും തൊഴിൽ മേഖലയിൽ നിന്ന് മലയാളം കടന്നു വരികയാണ്. കേരളത്തിന്റെ ഭരണഭാഷ ഏകദേശം പൂർണ്ണമായും മലയാളം ആയി കഴിഞ്ഞു. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ വലിയ സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതൊരു യുദ്ധമാണ്. യുദ്ധത്തിന് എങ്ങനെയെല്ലാം ഒരു രാഷ്ട്രം ഒരുങ്ങുന്നോ അതുപോലെ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനു വേണ്ടി മലയാളത്തിൽ എഴുതാൻ വേണ്ടി ഒരുങ്ങുക. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്കും കമന്റുകളിലേക്കും കടക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. ഇല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഞാനും കൂടി ഉണ്ട്. ഇനി മറ്റാരെങ്കിലും KSന്റെ മറ്റാരെങ്കിലും വേണേൽ അവരെയും കൂട്ടിച്ചേർക്കാം. ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് അതും അറിയാം. എന്തായാലും ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ, ഒരു വലിയ പ്രസ്ഥാനവും കുറച്ച് വ്യക്തികളും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടാം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം. അങ്ങനെ സഹായിച്ചിട്ട് നമുക്ക് ഈ പരീക്ഷയെ നേരിടാനുള്ള ഇത് ഒരുക്കാം. അഫ്സലേ, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വായിക്കാമോ? വായിക്കാം. കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് HSST ജൂനിയർ സർവീസിൽ കയറി, ആരുടെ ഒരാളെ മൈക്ക് ഓൺ ആണ്. ആനന്ദ് എം എ. ഓക്കെ, താങ്ക് യു. HSST ജൂനിയർ സർവീസിൽ കയറി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തവർ ഏത് സ്ട്രീമിലാണ് അപേക്ഷിക്കേണ്ടത്? HSST ഏതാണ്? ജൂനിയർ സർവീസിൽ കയറി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തവർ ഏത് സ്ട്രീമിലാണ് അപേക്ഷിക്കേണ്ടത്? HSST ജൂനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നോൺ ഗസറ്റഡ് ആണ് എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെയല്ലേ സുഭാഷ് മാഷെ? ഹരിമാഷെ അങ്ങനെയല്ലേ? ജൂനിയർ എന്ന് പറഞ്ഞാൽ നോൺ ഗസറ്റഡ് അല്ലേ? അതെ, നോൺ ഗസറ്റഡ് ആണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ അവര് സ്ട്രീം 2-ലാണ് അപേക്ഷിക്കേണ്ടത്. ഓക്കെ. മറ്റൊന്ന്, അപേക്ഷ സമർപ്പിക്കുന്ന സമയം തന്നെ ഏത് ഭാഷയിലാണ് എഴുതുന്നതെന്ന് കാണിക്കണമെന്നുള്ളതാണ്. ഏത് ഭാഷയിലാണ് എഴുതുന്നത് എന്നല്ല ഇപ്പൊ കാണിക്കേണ്ടി വരിക. പിന്നെ ഇതാണ്, നിങ്ങൾ ഏത് ഭാഷയിലാണ് നിങ്ങൾക്ക് ചോദ്യപേപ്പർ വേണ്ടത് എന്നുള്ളതാണ്. ഇംഗ്ലീഷോ അല്ലാതെ കന്നഡ, തമിഴ്, മലയാളം ഒക്കെ കൊടുക്കും. അപ്പൊ അതിൽ നമുക്ക് 4 പിടി കിട്ടില്ല. അപ്പം തമിഴാണോ കന്നഡയാണോ മലയാളമാണോ എന്ന് വേണ്ടത് നമ്മൾ കാണിക്കണം. മറ്റൊന്ന് വന്നത് മെയിൻ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടാണ്. മെയിൻ എക്സാമിന് പോയിന്റ് ആയിട്ട് എഴുതുന്നതാണോ അതോ പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നതാണോ മാർക്ക് സ്കോർ ചെയ്യാൻ പെട്ടെന്ന് എളുപ്പം? അതിലെന്താ പറഞ്ഞാൽ വരുന്ന ചോദ്യത്തിനും കൊടുത്ത സ്ഥലത്തിനും അനുസരിച്ചിരിക്കും. ഇപ്പോ പോയിന്റ് ആയിട്ട് എഴുതുന്നതാണ് ഭംഗി എന്നൊക്കെ പറയുമെങ്കിലും പരമാവധി പോയിന്റ് വരുത്തിയിട്ട് അതൊരു സ്ട്രാറ്റജിയാണ്. എഴുത്ത് വേറൊരു സ്ട്രാറ്റജിയാണ്. നമ്മൾ പിന്നെ വേറൊരു ക്ലാസ്സുകൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആരെ കൊണ്ടേ എടുപ്പിക്കാം. മുഖ്യ പരീക്ഷയിലേക്ക് പോകുന്ന സമയത്ത് എത്ര പഠിച്ചാലും അത് പരീക്ഷാ കടലാസിലേക്ക് എത്തിക്കുക, അതിൽ ചില സ്ഥലം അനുസരിച്ച് അത് അറേഞ്ച് ചെയ്യുക, അടിവര ഇടേണ്ടത് ഇടുക, പോയിന്റ് ബേസിൽ എഴുതേണ്ട കാര്യങ്ങൾ പോയിന്റ് ബേസിൽ എഴുതുക, ആ സ്ഥലത്തിനനുസരിച്ച്. അപ്പം അത് നമുക്ക് എത്ര അറിയാം എന്നുള്ളതിനും കൂടി അനുസരിച്ചിരിക്കും. പോയിന്റ് ബേസിൽ എഴുതുന്നത് തന്നെയാണ് കറക്റ്റ്, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചിലത് ചോദ്യങ്ങൾ നമ്മളെ വട്ടം കറക്കി കളയും. 3 പേജ് ഉണ്ടാവും, പക്ഷെ നമ്മുടെ കയ്യിലുള്ള മൊത്തം പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 3-4 പോയിന്റിൽ ഒതുങ്ങും. അത്തരം ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പാരഗ്രാഫായിട്ട് എഴുതേണ്ടി വരും. 3 പേജുള്ള ഒരു സാധനത്തിൽ ഇപ്പം ഞാൻ ചൈൽഡ് റൈറ്റ്സിൽ ജോലി ചെയ്യുകയും ചൈൽഡ് റൈറ്റ്സ് ആയിരുന്നു എൻ്റെ മേഖല, കുട്ടികളുടെ അവകാശങ്ങൾ. പക്ഷേ KSന്റെ ഒരു ചോദ്യം കുട്ടികളുടെ അവകാശങ്ങൾ 3 പേജ് വന്നതോടുകൂടി തന്നെ അതിൽ പോയിന്റ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പോയിന്റ് ആയിട്ട് ഞാൻ എഴുതിയാൽ എനിക്ക് 3 പേജിലേക്ക് എത്താൻ കഴിയില്ല. നിറയ്ക്കണം ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ അത് നിറയ്ക്കേണ്ടതുണ്ട്.
അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഓരോ പോയിന്റ് ആയിട്ട് സൈഡ് ഹെഡിങ് ഇട്ട് ആ സൈഡ് ഹെഡിങ് വെച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങി. 3 പേജ് നിറഞ്ഞു എന്ന് മാത്രമല്ല, നിറയെ പോയിന്റ് വന്നു. സൈഡ് ഹെഡിങ്ങിനും അതോടൊപ്പം തന്നെ കീവേഡ്സിനും അടിവരയിട്ടു. ഞാനിത് പറയുന്നത് ഓരോരുത്തരുടെയും സ്ട്രാറ്റജി വ്യത്യസ്തമായിരിക്കും. അത് ആ ചോദ്യ പേപ്പർ മുന്നിൽ വന്ന് ആ ചോദ്യത്തിന് താഴെ കൊടുക്കുന്ന നിശ്ചിത സ്ഥലത്ത് നമുക്കത് എഴുതി ഇത് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്നില്ല, ആ സമയത്താണ് അത് രൂപപ്പെടുത്തേണ്ടത്. പോയിന്റ് ബേസിലാകുന്നത് തന്നെയാണ് ഭംഗി, അതിൽ തർക്കമല്ല. വ്യക്തമായി ഞാൻ കരുതുന്നു. അസലേ മറ്റൊന്ന് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് പാർട്ട് 2-ൽ ഭാഷ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കണം. പാർട്ട് 2-ൽ ഈ പ്രശ്നമുണ്ട്. അത് തന്നെയാണ് പാർട്ട് 2-ല് 30 ഭാഷാ ചോദ്യങ്ങളുണ്ട്. 30 ഭാഷാ ചോദ്യങ്ങൾ തമിഴ്, കന്നഡ, മലയാളം. അതിലെ പദരീതി, വ്യാകരണം, വിവിധ വ്യാകരണ പ്രശ്നങ്ങൾ, സന്ധി, ഇതൊക്കെ വരുന്നുണ്ട്. അത് തമിഴുകാരന് മലയാളത്തിന്റെ രീതി ആയിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മലയാളം കൊടുക്കേണ്ടവർ മലയാളം, തമിഴ് കൊടുക്കേണ്ടവർ തമിഴ്, കന്നഡ കൊടുക്കേണ്ടവർ കന്നഡ കൊടുക്കണം. അതുകൊണ്ടാണ് ഈ പാർട്ട് രണ്ടാം പേപ്പറിൽ അത്, അല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പിലെ പ്രിലിമിനറിയിലെ രണ്ടാം പേപ്പറിൽ അത് വരുന്നത്. ഓക്കെ. മറ്റൊന്ന്, ഏതെല്ലാം പുസ്തകങ്ങളാണ് അടിസ്ഥാനമായി നോക്കേണ്ടതെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഏതെല്ലാം പുസ്തകം, അത് ഞാൻ പറഞ്ഞില്ല അല്ലെ. അപ്പൊ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വലിയ പുസ്തകങ്ങളിലേക്ക് പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പോകേണ്ടതുണ്ട്, ആദ്യഘട്ടത്തിൽ പോകണ്ട. സിലബസിലൂടെ കൃത്യമായി കടന്നു പോയിട്ട് നമ്മളുടെ +1-ന്റെയും +2-വിന്റെയും സമഗ്ര, നമുക്ക് എന്താ വെച്ചാൽ വളരെ വിശദമായിട്ട് ആദ്യം പോകരുത് എന്നുള്ളതാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ. ഇപ്പൊ പ്രിലിമിനറി കാലഘട്ടത്തിൽ +1-ന്റെയും +2-വിന്റെയും ഈ പറഞ്ഞ ചരിത്രം, ഭൂമിശാസ്ത്രം, പിന്നെ ഈ എന്താണ് സാമ്പത്തിക ശാസ്ത്രം, ഇനിയുണ്ടല്ലോ അത്തരം എന്താ രസതന്ത്രം, രാഷ്ട്രതന്ത്രം എന്നൊക്കെ പറഞ്ഞ ഈ സംഗതികളിലെ പുസ്തകങ്ങൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സമഗ്രയുടെ സൈറ്റിൽ കയറിയിട്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതിനകത്ത് ഉള്ള ധാരണകൾ വെച്ച് പ്രാഥമികമായി തുടങ്ങുക. അതിൽ വരാത്ത ചില സാധനങ്ങൾ നമ്മളുടെ SSLC 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് സ്ഥാനത്തിലൂടെ കടന്നു പോവുക. അതും കഴിഞ്ഞിട്ട് ചിലത് നമുക്കത് പോരാ, ചിലത് അതിനകത്തിട്ടില്ല. ഒരു 40%, 50% നമുക്ക് അങ്ങനെ തന്നെ കവർ ചെയ്യാൻ പറ്റും. അതിലില്ലാത്ത, ഇപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട മിക്ക സംഗതികളും അതിനകത്തൊന്നും ഉണ്ട് എന്ന് ഞാൻ കണ്ടിട്ടില്ല, ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. ഇപ്പം ഭൂമിശാസ്ത്രമാവട്ടെ, പിന്നെ സാമ്പത്തിക ശാസ്ത്രമാവട്ടെ, രാഷ്ട്രാന്തരമാവട്ടെ, കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവമായ ഒന്നുമില്ല. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, ചരിത്രത്തിൽ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ, നമ്മുടെ ഗൂഗിൾ നോക്കിയാൽ തന്നെ കിട്ടുന്നുണ്ട് മലയാളം പുസ്തകങ്ങൾ. ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ വരാത്ത സംഗതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി ഗ്രൂപ്പിൽ പറയാം. ഞാൻ ഇപ്പൊ തന്നെ എല്ലാം കൂടി പറയണ്ട എന്നുള്ളത് കൊണ്ടാണ്, അതിനുള്ള നേരമില്ല. നമുക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും പുസ്തകങ്ങളാണ് പ്രധാനമായും ഈ മേഖലയിലുള്ളത്. അതിൽ സാമ്പത്തിക ശാസ്ത്രവും പ്രധാനമായിട്ടും ശാസ്ത്ര സാഹിത്യ പരിഷത്തും, ഈ രാഷ്ട്രതന്ത്രം പോലുള്ള സംഗതികളിലും ചരിത്രം പോലുള്ള സംഗതികളിലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പുസ്തകങ്ങളാണുള്ളത്. അത് ആദ്യം തന്നെ അതെല്ലാം കൂടി വാരി വെക്കുന്നതിന് പകരം നമ്മളൊരു ഫോക്കസ് ഉണ്ടാക്കുക. എല്ലാം സിലബസിലൂടെ കടന്നു പോകണം, തർക്കമല്ല, ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് ഗൂഗിൾ മതിയാവും. പക്ഷേ നമുക്ക് എത്ര മാർക്ക് വേണം? കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് സ്ട്രീം 3-ക്ക് 70-ഉം സ്ട്രീം 2-ന് 60-ഉം സ്ട്രീം 1-ന് 70-ഉം സ്ട്രീം 2-ന് 60-ഉം സ്ട്രീം 3-ക്ക് 50-ഉമായിരുന്നു നമ്മളുടെ പ്രാഥമിക പരീക്ഷയുടെ കട്ട് ഓഫ്. പക്ഷേ ടഫായിരുന്നു. 200 മാർക്കിലാണെന്ന് പറയുന്നത്. 200 മാർക്കിൽ 50 മാർക്കായിരുന്നു സ്ട്രീം 3-യുടേത്, 200 മാർക്കിൽ 60 മാർക്കായിരുന്നു സ്ട്രീം 2-ന്റേത്, 200 മാർക്കിൽ 70 മാർക്കായിരുന്നു സ്ട്രീം 1-ന്റേത്. ഇതൊരു കട്ട് ഓഫ് ആണ് അന്നത്തെ. പക്ഷെ ഇപ്രാവശ്യം അത് ഇത്തിരി കൂടി കൂടും എന്ന് പറഞ്ഞാലും 100 എൻ്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ടഫായിരിക്കും. അതുകൊണ്ട് 100 സ്ട്രീം 1-ന്റെ ഒരു കണക്ക്, 80 സ്ട്രീം 2-ന്റെ ഒരു കണക്ക്, 70 സ്ട്രീം 3-യുടെ ഒരു കണക്ക്. അങ്ങനെ വരുമ്പോൾ ഇത് എൻ്റെ ഒരു അഡ്വൈസ് മാത്രമാണ്. നമ്മളുടെ മലയാളം വ്യാകരണത്തിന് 30 ചോദ്യങ്ങൾ, 30 മാർക്ക്. അതിലൊരു 25 മാർക്കെങ്കിലും നമുക്ക് നേടാൻ കഴിയുമോ? അങ്ങനെ നേടാൻ കഴിയുന്നവരെ ഞാൻ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് വ്യത്യസ്തമായിരിക്കും. ഇംഗ്ലീഷ് വ്യാകരണമാണ്
മറ്റൊന്ന്. ഇതൊക്കെ എന്താ പറഞ്ഞാൽ വരുന്ന ചോദ്യത്തിന് ഒരു പരിധി ഉണ്ട്, അതുകൊണ്ടാണ്. മറ്റതെന്തും വരാം. അപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ 20 മാർക്ക്, 50 + 20, 20 മാർക്കിൽ ഒരു 15 നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ? റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 10-15 ചോദ്യങ്ങളാണ് വരിക. അതിന് കൃത്യമായ ഈ മാർക്കിന്റെ കണക്കില്ല. 10നും 15നും ഇടയ്ക്കാണ് വരിക. അതിലൊരു 10 മാർക്ക് നമുക്ക് റീസണിങ്ങിൽ നേടാൻ പറ്റും. ഇതൊക്കെ സ്ഥിരമായ ചോദ്യങ്ങളാണ് ഇതിൽ കുറേ ഉള്ളത്. ഇപ്പൊ ക്ലോക്ക്, കലണ്ടർ, ഇതൊക്കെ പഠിച്ചാൽ എന്തായാലും ഓരോ ചോദ്യം വരും. അപ്പം അത്തരം ഒരു മേഖല നമ്മൾ കണക്കാക്കി ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. അതിന്റെ കൂടെ നമ്മളുടെ ഏറ്റവും ശക്തിയായ ഭാഗങ്ങളുടെ പുസ്തകങ്ങളിലേക്ക് പോവുകയും പൊതുവായ എല്ലാത്തിനെ കുറിച്ചും ഒരു പൊതുചിത്രം ഉണ്ടാക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രിലിമിനറി പരീക്ഷ പാസ്സാകാൻ കഴിയും എന്നാണ് പൊതുവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു സ്ട്രാറ്റജി ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. അവരവരുടെ സ്ട്രെങ്ത്, ഞാൻ ആദ്യം സ്ട്രെങ്ത്തിന്റെ കാര്യം പറഞ്ഞു, സ്ട്രെങ്ത് ആ മേഖലയും അതോടൊപ്പം തന്നെ മാർക്ക് നേടാൻ കഴിയുന്ന ഇത്തരം മേഖലയും കൃത്യമായി കണക്കാക്കി ഈ 30 മാർക്കിൽ മലയാളം വ്യാകരണത്തിൽ 25 കിട്ടിക്കഴിഞ്ഞാൽ അവര് എന്തായാലും ഇതിനകത്തേക്ക് കയറി വരാൻ സാധ്യതയുള്ള ആളുകൾ. അപ്പൊ അത് മാത്രം മതി എന്നല്ല. അപ്പൊ അങ്ങനെ ഒരു സാധ്യത കൂടി വെച്ചിട്ട് വേണം നമ്മളത് കൃത്യമാക്കാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി എല്ലാ പുസ്തകവും കൂടി മുന്നിൽ വെച്ച് വായിക്കാൻ ശ്രമിക്കരുത്. ആദ്യം നമ്മൾ ഈ +1 +2 പിന്നെ അത് കഴിയാത്തത് 8, 9, 10 അതൊന്ന് നന്നായിട്ട് നോക്കുക. അതിലെ കീവേഡ്സ് കൃത്യമായി അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ അതിൽ കിട്ടാത്ത, സിലബസിൽ കിട്ടാത്ത, പ്രത്യേകിച്ച് കേരളത്തെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പോവുക. അതിന് പരിഷത്തിന്റെയും ഇതോടൊപ്പം തന്നെ നമ്മളുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും വിവിധ പുസ്തകങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം. അതിലേക്ക് പോവുക. അതോടൊപ്പം ഈ പറഞ്ഞ മലയാള വ്യാകരണം, ഇംഗ്ലീഷ് വ്യാകരണം, യുക്തി ചോദ്യങ്ങൾ അതിലേക്കും കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത് പ്രിലിമിനറി ക്രാക്ക് ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് പൊതുവായി കിട്ടുന്ന വിവരങ്ങൾ. ഞാനും അതിനെ അനുകൂലിക്കുന്നു. വ്യക്തമാണ്. ഇനി ഒരു ചോദ്യം വന്നിട്ടുള്ളത്, വനിതാ ശിശു വികസന വകുപ്പിലെ ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർമാർക്ക് ഇപ്പോൾ സ്ട്രീം 3-യിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ തവണ അപേക്ഷിക്കാൻ പറ്റിയിരുന്നു. ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമല്ല. അതിന് സംഭവിച്ചത് എന്താ പറഞ്ഞാൽ, വനിതാ ശിശു വികസന വകുപ്പ് അന്ന് സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗമായിരുന്നു ഇതിന്റെ റൂൾസ് ഉണ്ടാക്കുന്ന കാലത്ത്. പിന്നീട് വനിതാ ശിശു വികസന വകുപ്പും സാമൂഹ്യനീതി വകുപ്പും രണ്ടായി. വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് KS-ലേക്ക് പോസ്റ്റ് എടുത്തില്ല, അല്ലെങ്കിൽ കൊടുത്തില്ല, ആ വാക്ക് ഏതാണെന്ന് എനിക്കറിയില്ല. ഇതിലെന്തോ സംഭവിച്ചു. അതാണ് ഇപ്പൊ അവിടെ സംഭവിക്കുന്നത്. സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ അതിനെ പരിഹരിക്കേണ്ടതുണ്ട്. ആ പരിഹരിക്കാൻ ആവശ്യമായ ഒരു സംഗതി ഉടൻ തന്നെ PSC-യിൽ ആരാണോ ഈ ചോദ്യം ചോദിച്ച ആള് അവര് ഒന്ന് കൊടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ലിസ്റ്റിൽ തന്നെ ഇപ്പൊ വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് നമ്മളുടെ കൂടെ ഇപ്പം ജോലി ചെയ്യുന്ന ആളുണ്ട്. ലിസ്റ്റിൽ കുറെ പേരുണ്ടായിരുന്നു. CDPO-മാരും ജില്ലാ ഓഫീസർമാരും ഒക്കെ ആയിട്ട് കുറെ പേരുണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷൻ നിലനിർത്തേണ്ടതുണ്ട്. അത് PSC അറിയിക്കുക. സോഷ്യൽ ജസ്റ്റിസ് എന്ന് മാറി വനിതാ ശിശു വന്നു. ഇതിലെ പ്രശ്നം എന്താ പറഞ്ഞാൽ വനിതാ ശിശു ഒന്നും അതിൽ കാണിക്കുന്നില്ല എന്നുള്ളതായിരിക്കും. അവർക്ക് അത് അവരുടെ ഒരു പോസ്റ്റ് പിന്നീട് സർക്കാരിനെ അറിയിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ലെങ്കിലും, അപ്രൂവായി വന്നിട്ടില്ലെങ്കിലും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ അവർക്ക് ഒരു ക്ലെയിം ഉള്ളതാണ്. അത് PSC അറിയിക്കുക, മറ്റ് നിയമ നടപടിയിലേക്ക് പോവുക. അതിന് ഉത്തരം പറയേണ്ട ഈ രീതിയിൽ ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഗതി അല്ലല്ലോ. ഒരു സാങ്കേതിക നയപരമായ വിഷയം. മറ്റൊന്ന്, ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലുള്ളവർക്ക് പേ പ്രൊട്ടക്ഷൻ കിട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ പോസ്റ്റിലുള്ളവർക്കും പേ പ്രൊട്ടക്ഷൻ കിട്ടും. കഴിഞ്ഞ വർഷം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഇപ്പം ഡെപ്യൂട്ടി സെക്രട്ടറി ആണല്ലോ, ഡെപ്യൂട്ടി സെക്രട്ടറി, അതുപോലെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ലേബർ ഒക്കെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും പേ പ്രൊട്ടക്ഷൻ. ഇനി കുറച്ചുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിലേക്ക് വരാൻ തോന്നുന്നു. രേഷ്മ, എന്തായിരുന്നു ചോദ്യം? മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം കേട്ടോ. സാർ, +1 +2 പുസ്തകങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, അത് NCERT തന്നെ നോക്കണോ അതോ രണ്ടും നോക്കണോ? SCERT-യും NCERT-യും അത് രണ്ടും നോക്കണം അല്ലേ? അത് രണ്ടും നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് നോക്കുക, അതിൽ കിട്ടാത്തത് അടുത്തയിലേക്ക് പോവുക. അത് നിങ്ങൾ തീരുമാനിക്കുക. സമഗ്രയിലെ പുസ്തകമൊക്കെ നല്ല പുസ്തകങ്ങളാണ് മലയാളത്തിൽ ഞാൻ കണ്ടെടുത്തോളം. ഈ NCERT-യുടെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ, ഒരു പൂർണ്ണമായിട്ടും അതിനെ ഈ ഓൾ ഇന്ത്യ പെർസ്പെക്റ്റീവിലായിരിക്കും. ഇതിലെന്താ പറഞ്ഞാൽ മിനിമം ഇത് മലയാളത്തിലാക്കുന്നവരെങ്കിലും ഇവിടുത്തെ ആളുകളായതുകൊണ്ട് അതിന്റെ കുറിപ്പുകളെങ്കിലും നമ്മുടെ നാടുമായിട്ടൊരു ബന്ധമുണ്ട്. നമ്മൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലാണ് എഴുതുന്നുള്ളത് കൊണ്ടും ചോദ്യങ്ങൾ
നമ്മൾ എന്താണ് പകുതിയോളവും കേരളവുമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ടും SCRT-യെ എടുത്താൽ നല്ലത്. ഏതായാലും കുഴപ്പമില്ല, നോക്കുക. അടുത്ത ആള് ഓക്കെ, അടുത്ത ആള് ശില്പ. മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം കേട്ടോ. ശില്പ, നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കമന്റ് ബോക്സിൽ വന്നൊരു ചോദ്യം: പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത നിലവിൽ സിവിൽ സർവീസിലുള്ളവർക്ക് ഒന്നു തന്നെയാണോ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ, അതോ സ്ട്രീം 2 പറ്റുമോ? ഇല്ല. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് പ്രൊബേഷണർ 2 വർഷം നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ പേരിൽ മറ്റു കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ നന്നായി ജോലി ചെയ്തിട്ടുണ്ട്, നമ്മൾ അപ്രൂവ്ഡ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് സ്ട്രീം 2-ൽ തന്നെ ചെയ്യാൻ പറ്റും. സ്ട്രീം 2 3 തന്നെ ചെയ്യാൻ പറ്റും. അതേസമയം എന്താണ് പ്രൊബേഷന് 2 വർഷം പോലും ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് 2 വർഷം അല്ലെങ്കിൽ പ്രൊബേഷന്റെ ആ ഒരു അപ്രൂവ്ഡ് പ്രൊബേഷൻ ആയിട്ടില്ല എങ്കിൽ ചെയ്യാനും കഴിയില്ല. മറ്റൊന്ന് വന്നത് മെയിൻ എക്സാമിലേക്ക് എത്ര പേരെ തിരഞ്ഞെടുക്കും എന്നുള്ള. അത് 3-1 എന്നാണ് പറയാറ്. അതിപ്പോ പിന്നെ എണ്ണം എന്നുള്ളൊരു തീരുമാനം ഇതുവരെ അവർ PSC പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അനുശ്രീ കൈവന്തിച്ചിട്ടുണ്ടായിരുന്നു. അനുശ്രീ ആനന്ദ്. അനുശ്രീ ചോദിച്ചു. ഇല്ല. ആനന്ദ്. സാർ നമസ്കാരം സാർ. എനിക്ക് ചോദിക്കാനുള്ള സാർ, ഈ പ്രാഥമിക പരീക്ഷയിലും മെയിൻ പരീക്ഷയിലും കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. ഈ കറണ്ട് അഫയേഴ്സ് നമ്മൾ കണ്ടെടുത്തോളം കറണ്ട് അഫയേഴ്സ് പ്രധാനമാണ്. ഞാനത് ശരിയാണ്, അത് പറയേണ്ടതായിരുന്നു. എല്ലാ ദിവസവും മിനിമം 2 പത്രങ്ങളെങ്കിലും കടന്നു പോകുന്ന ആളുകളാവുന്നതാണ് ഉചിതം. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളെല്ലാം കറണ്ട് അഫയേഴ്സ് എന്നുള്ള എനിക്കായിരുന്നില്ല ചോദ്യങ്ങൾ. ഏതെങ്കിലും വിഷയം കറണ്ടുമായിട്ട് യോജിപ്പിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിഷയവും അറിയണം, ആ വിഷയം ഒരു സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അക്കാലഘട്ടത്തിൽ ഒരു സംഗതി നമുക്ക് തിയറിയും അറിയണം, അതിന്റെ കൂടെ തന്നെ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയണം എന്നുള്ള രീതിയിലായിരുന്നു ചോദ്യങ്ങൾ മിക്കതും വന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സംഗതികളിൽ കറണ്ട് അഫയേഴ്സ് മാഗസിനുകളോ അല്ലെങ്കിൽ ഈ ഒരു വർഷമായിട്ടുള്ള ഇപ്പം ഒരു 6 മാസം പിന്നോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ഏപ്രിൽ അല്ലേ, മാർച്ച് അല്ലേ, ഒരു കഴിഞ്ഞ ഒരു ഒക്ടോബർ മുതലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുണ്ടെങ്കിലേ ചോദ്യങ്ങളെ ആ തരത്തിൽ നേരിടാൻ കഴിയുള്ളൂ. 2 പത്രങ്ങളുടെ എഡിറ്റോറിയൽ പേജുകൾ നമ്മളൊന്ന് കടന്നു പോകുന്നത് ഗുണകരമാണ്. എല്ലാ ദിവസവും എഡിറ്റോറിയൽ പേജുകൾ മാത്രമല്ല, മെയിനായിട്ടുള്ള ഈ ഒരു പ്രാദേശികമായിട്ടല്ലാത്ത എല്ലാ ന്യൂസുകളിലൂടെയും ഒന്ന് കടന്നു പോകുന്നത് ഗുണകരമാണ്. ലോക വാർത്തകൾ, ഇന്ത്യ വാർത്തകൾ, കേരള വാർത്തകൾ ഒക്കെ അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മളിപ്പോ ഏത് വിഷയം വന്നാലും അതുമായി യോജിപ്പിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രിലിമിനറി പരീക്ഷയ്ക്കും മെയിൻ പരീക്ഷയ്ക്കും കാണുന്നുണ്ട്. നല്ല ചോദ്യം ആനന്ദേ. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഒരുപാട് കോച്ചിങ് സെന്ററുകളുള്ള ഈ കാലത്ത് സെൽഫ് പ്രിപ്പറേഷൻ എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നാണ്. സക്സസ്ഫുൾ ആണ് എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു 1-2 മെന്റർമാരുണ്ടാവുക, അവരുടെ ഒരു സഹായം ഉണ്ടാവുക, അത് വെച്ചുകൊണ്ട് സെൽഫ് പ്രിപ്പയർ ചെയ്യാൻ കഴിയാം എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവുക, അതിന്റെ ഒരു ഓളത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഈ നമ്മൾ കോച്ചിങ് പോകുമ്പോഴുള്ള ഗുണം എന്താ പറഞ്ഞാൽ, അവിടെ പോകുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും അതിലേക്ക് എത്തിച്ചേരുന്നു, അവിടുന്ന് ചില കാര്യങ്ങൾ ഇന്നത് വായിച്ചു വരണം എന്ന് പറയുന്നു, അവിടുന്ന് അവരുമായി നിരന്തരം സംസാരിക്കുന്നു, അവിടുത്തെ നമ്മളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയിട്ട് നിരന്തരം സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഒരു ഊർജത്തിൽ നമ്മൾ എല്ലാ ദിവസവും അതാത് ദിവസത്തെ പ്രിപ്പയർ ചെയ്ത് പോകും. മറ്റേത് അത് അങ്ങനെ സംഭവിക്കില്ല. പൊതുവെ അങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആ ആത്മവിശ്വാസവും മറ്റു കാര്യങ്ങളിലേക്ക് കയറിപ്പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, സെൽഫ് പ്രിപ്പറേഷൻ ആയാലും KS എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ
അത് വേണ്ട എന്ന് വെക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഇനി മറ്റൊരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയാനുള്ളത്, എത്ര പഠിച്ചാലും അതൊന്നും വെറുതെ ആയി പോകുന്നില്ല. ഇതല്ലെങ്കിൽ മറ്റൊരു പരീക്ഷയിലേക്ക് എത്തിപ്പെടാനും നമുക്ക് കഴിയും, പരീക്ഷ വിജയിക്കാനും നമുക്ക് കഴിയും. ജീവിതത്തിലും ഇത് ഒരുപാട് ഉപകാരപ്പെടും, ഇത്തരം വായനയും പഠനവും ഒക്കെ എന്നുള്ളതാണ്, പത്രം വായന പോലും. അപ്പം അത് അതിനുവേണ്ടി പറഞ്ഞതല്ല, ആദ്യത്തേതാണ് അതിന്റെ ശരിക്കുള്ള ഉത്തരം, മറ്റത് ഞാൻ എൻ്റെ കൂട്ടിക്കൂട്ടാം. ഓക്കെ അസൽ അടുത്ത്. അന്ന ബെന്നി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അപ്പോ നമ്മൾ സ്ട്രീം 3-ലാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. പ്രിലിമിനറി ഞാൻ പാസ്സായി. സാർ ഈ പറഞ്ഞ രീതിയിൽ സെൽഫ് പ്രിപ്പറേഷനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മളത് കുറെയൊക്കെ +1 +2 പുസ്തകങ്ങൾ നമുക്ക് ഉപകാരപ്പെട്ടിരുന്നു. എൻ്റെ ഒരു സംശയം, ഞാൻ OB-X വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അത്തരം ആനുകൂല്യങ്ങൾ സ്വീകരിക്കാതെ ജനറൽ കാറ്റഗറിയിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള? പറ്റും. നിങ്ങളത് പിന്നെ എന്താണ് അത് അപ്ലൈ ചെയ്യുമ്പോ അപ്ലൈ ചെയ്യുമ്പോൾ അത് കാണിക്കാതിരുന്നാൽ മതി. പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നീട് അത് തിരുത്താൻ ഒന്നും പറ്റില്ല. പിന്നീട് അത് തിരുത്താൻ പറ്റില്ല. വേണ്ട, നമുക്കത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ കാറ്റഗറിയിൽ എക്സാം നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ എഴുതുന്നതിന് ഭരണഘടനാപരമായ ഒരു പ്രശ്നവുമില്ല. ഇല്ല. അതില് അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ നമുക്ക് ജാതി മതം വേണ്ട എന്ന് കാണിക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഫില്ല് ചെയ്യാതിരുന്നാൽ മതി. ഫില്ല് ചെയ്യാതിരുന്നാൽ മതി. ആപ്ലിക്കേഷനിലെ സാധനമാണ് പിന്നീട് കയറി പോവുക. ഓക്കെ. രണ്ടാമതൊരു കാര്യം സാറ് പറഞ്ഞത്, നമ്മൾ സെൽഫ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. സെൽഫ് പ്രിപ്പറേഷൻ കൊണ്ട് മലയാളത്തിൽ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ മലയാള അധ്യാപികയാണ്, പക്ഷെ ചില വാക്കുകൾ മലയാളത്തിൽ ഇപ്പൊ ഏത് കോച്ചിങ് സെന്ററിലാണ് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പ്രിപ്പറേഷൻ തരിക? അപ്പൊ കോച്ചിങ് സെന്ററുകളെല്ലാം മലയാളത്തിൽ ക്ലാസ് എടുക്കാറില്ല. അല്ല, അതാ പറഞ്ഞത്. അപ്പൊ സെൽഫ് പ്രിപ്പറേഷൻ അല്ലാതെ മലയാളത്തിൽ ഇപ്പൊ കോച്ചിങ് സെന്ററുകളിൽ മലയാളത്തിൽ ക്ലാസ് തരും, പക്ഷെ മെറ്റീരിയൽസ് ഒന്നും ഇതുവരെ കൊടുത്തു തുടങ്ങി നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഈ സെൽഫ് പ്രിപ്പറേഷൻ തന്നെ മലയാളത്തിന് പറ്റുള്ളൂ. മറ്റേത് കിട്ടും, അത് പിന്നെ നമ്മൾ മലയാളത്തിലേക്ക് ആക്കണം. ഉണ്ട്. ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക്, ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഒന്ന് തെറ്റിയാൽ നമ്മുടെ മറ്റേതിന്റെ 1/4 മാർക്ക് പോകും, കിട്ടിയതിന്റെ 1/4 മാർക്ക് കുറയും. വളരെ ശ്രദ്ധിക്കണം എക്സാം. അതെ. അതാണ്. അപ്പൊ പരീക്ഷ എത്ര ചോദ്യം അറ്റൻഡ് ചെയ്യണമെന്ന് പോലും നമുക്കൊരു ധാരണ പരീക്ഷ ഹാളിലേക്ക് എത്തുമ്പോഴേക്ക് വേണം. കഴിഞ്ഞ തവണ എനിക്ക് പ്രയാസമായി തോന്നിയത് എക്കണോമിക്സ് എന്നൊരു വിഷയമാണ്. വളരെ ഭാരമായിട്ട് തോന്നിയ വിഷയം അതാണ്. എക്കണോമിക്സ് ഒക്കെ ഡയഗ്രാംസ് ഒക്കെ ചോദിച്ചിരുന്നല്ലോ, അത് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് മെയിൻ പരീക്ഷയ്ക്ക്. അതിനെ എന്താണ്, എക്കണോമിക്സിനെ നമുക്ക് എങ്ങനെയാണ് വരുതിയിലാക്കാൻ കഴിയുക എന്നുള്ളത്? പരമാവധി ആളുകളെ പുറത്താക്കുക എന്നുള്ളതാണല്ലോ PSCയുടെ ഒരു രീതി. അല്ലാണ്ട് നമ്മളെ ജയിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ. അവർക്കുള്ള പോസ്റ്റിനനുസരിച്ച് അവസാനം വരെ ബാക്കിയുള്ളവരെ പുറത്താക്കി എടുക്കുക എന്നുള്ളതാണ് PSC ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ടഫാക്കേണ്ടത് ടഫാക്കാം, അവരങ്ങനെ ചെയ്യാം. അപ്പൊ അതിലൊന്നും നമുക്ക് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വരുതിയിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ചില പുസ്തകങ്ങൾ പരിഷത്തൊക്കെ ഇറക്കിയിട്ടുണ്ട്. MA ഉമ്മന്റെ, തോമസ് ഐസക്കിന്റെ ഒക്കെ നല്ല രസമായിട്ട് വായിച്ചു നോക്കാം. ചരിത്രത്തിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് വായിച്ചു പോകാവുന്ന കേരള എക്കണോമിക്സ് ഒക്കെ ഉണ്ട്. ഇക്കണോമിക്സിന്റെ തിയറീസ് നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോവുക, ഒന്ന് മനസ്സിലാക്കി മാത്രം പോവുക, അതിലേക്ക് അധികം ആഴത്തിലേക്ക് ഇറങ്ങണ്ട. അങ്ങനെയാണെങ്കിലേ, ഇനി ഇറങ്ങണ്ടെന്നല്ല, എല്ലാവരോടും അല്ല, അന്നാബെന്നിയോടാണ്. ബാക്കിയുള്ളത് നമ്മൾ ഈ കേരള എക്കണോമിക്സും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ബാക്കി വരുന്ന അതിൽ 2 തിയറി വരുന്നുള്ളൂ, ബാക്കി 6ഓളം വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്കണോമിക്സ് ആണ്. നല്ല രസമായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്നേ ഉള്ളൂ. അതിന് ഈ പരിഷത്തൊക്കെ പുറത്തിറക്കിയിട്ടുള്ള MA ഉമ്മന്റെയും ഈ പറഞ്ഞ തോമസ് ഐസക്കിന്റെ ഒക്കെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാം. MA ഉമ്മൻ അത് നമുക്ക് ഗ്രൂപ്പിൽ നമ്മൾ പരിചയപ്പെടുത്താം, പുസ്തകം പരിചയപ്പെടുത്താം, ഓരോ പുസ്തകം. അടുത്ത വന്നിട്ടുള്ള ഒരു ചോദ്യം, പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ലാത്തവർക്ക് സ്ട്രീം 2-ൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. പറ്റും. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, അപ്രൂവ്ഡ് പ്രൊബേഷണർ ആണെങ്കിൽ അത് പറ്റും. നിങ്ങൾ പിന്നെ അവിടെ വേറെ എന്തോ പ്രശ്നം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളെതിരെ എന്തെങ്കിലും വിജിലൻസ് കേസോ മറ്റെന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത്തരം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്രൂവ്ഡ് പ്രൊബേഷണേഴ്സിന് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല,
സർക്കാരിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്തതെങ്കിൽ നമുക്ക് പറ്റും. അത് അവിടുന്ന് ഒരു 2 ഇത് തരാനുണ്ടല്ലോ നമുക്ക്. അവിടുന്ന് നിങ്ങൾ സർവീസിലിരിക്കുന്ന ആളുകൾക്ക് 2 സർട്ടിഫിക്കറ്റ് ഇതിന്റെ കൂടെ വെക്കാനുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ. ആ സർട്ടിഫിക്കറ്റ് അവരായി കാണിച്ചോളും, കുഴപ്പമില്ല. നിലവിൽ ഇത്രയും ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. സാർ ഈ NOC-യുടെ പറ്റിയ സാർ ചോദിക്കാം. NOC ആവശ്യമുണ്ട് സാർ. അതിലൊരു പ്രത്യേക ഫോം തന്നെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ആനന്ദ്? സാറ് അത് ഞാൻ കണ്ടു സാർ. അതിനകത്ത് സ്ട്രീം 2-ന്റെ നിബന്ധനകൾ പറയുന്ന കൂട്ടത്തില് സർവീസ് സർട്ടിഫിക്കറ്റിന്റെ പറയണം സാർ. അത് സ്ട്രീം 1-നാണ് NOC പറ്റി പറയണത്. ഞാൻ മനസ്സിലാക്കി തെറ്റാണോ എന്ന് അറിയില്ല, അതാ ഞാൻ ചോദിച്ചത്. അല്ലല്ല, ഈ 2 എണ്ണം മതി. ഒന്ന് സർവീസ് സർട്ടിഫിക്കറ്റും പിന്നെന്താണ് നിങ്ങൾ പ്രൊബേഷണർ ആണെന്നുള്ള സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ തന്നെ NOC ആയിട്ട് പരിഗണിക്കും. 2 സർട്ടിഫിക്കറ്റേ ഉള്ളൂ. അത് സ്ട്രീം 2-ലും 3-ക്കും എത്രയോ. ഓക്കെ സാർ, ഓക്കെ. മറ്റാർക്കെങ്കിലും? ഒരു ചോദ്യം വന്നത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എന്ന് മാത്രമാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളാണോ എന്ന് എനിക്കറിയില്ല. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതിൽ കൊടുത്തൂടെ? പിന്നെ അഫ്സലെ, ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് വഴി കയറാൻ പറ്റുമോ അറിയില്ല. എന്തായാലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറാം. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മൾ അടുത്ത പരിപാടിയെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ അഫ്സലെ. കഴിഞ്ഞെങ്കിൽ മറ്റാർക്കും ചോദ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വരുന്ന ആഴ്ചയിൽ ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ ആണ് ഇതിന്റെ പ്ലാനിങ് നടന്നിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് ഈ വരുന്ന 21-ാം തീയതി സാമ്പത്തിക ശാസ്ത്രത്തിനെ കുറിച്ച് ഡോക്ടർ ശിവകുമാർ പി, അദ്ദേഹം കേസുകാരൻ തന്നെ, കേസ് ഉദ്യോഗസ്ഥനാണ്. സോറി, ശശികുമാർ പി നമുക്ക് വേണ്ടി നമ്മളോട് സംസാരിക്കും. 21-ാം തീയതി സമയം ഇത് തന്നെയാണ്, വൈകിട്ട് 7:30 ഗൂഗിൾ മീറ്റിൽ. അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ 28-ാം തീയതി മലയാള വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ട് ശ്യാംരാജ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ തോന്നുന്നു. ബാക്കി കേസുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പല വിഷയങ്ങൾ, ഇപ്പം ചരിത്രത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുത്താനാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് വ്യാകരണത്തിനെ കുറിച്ച്, അതുപോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചർച്ചകൾ നമ്മൾ ഇതുപോലെ ഗൂഗിൾ മീറ്റിൽ കൂടും. ഇതേ സമയത്ത് പല ദിവസങ്ങളിലായിട്ടായിരിക്കും. ആ ദിവസവും ഏതാണ് വിഷയം എന്നുള്ള കാര്യങ്ങൾ മുമ്പേ തന്നെ ഗ്രൂപ്പിൽ അറിയിക്കുകയും അതിന് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഈ തരത്തിലാണ് ഈ ഗ്രൂപ്പിന്റെ ഒരു സ്വഭാവം മുമ്പോട്ട് പോകുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുമ്പോട്ട് വെക്കാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുമ്പോട്ട് വെക്കാവുന്നതാണ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നമുക്ക് ആഴ്ചയിൽ ഒരു എക്സാം വീതം ഒരു പോർഷൻ പറഞ്ഞിട്ട് അതിലൊരു എക്സാമോ അങ്ങനെ എന്തെങ്കിലും കൂടി ചെയ്യുവാണെങ്കിൽ നമുക്കത് ഉപകാരപ്രദമല്ലേ? ഒരു ടൈം വെച്ചിട്ട് ആ ടൈമിൽ ഇന്ന പോർഷൻ പഠിച്ചിട്ട് വന്നിട്ട് അപ്പൊ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ, എന്താണ് പഠിക്കേണ്ടത്, ഓരോരുത്തരും ഓരോ ഏരിയ കവർ ചെയ്തിട്ട് അവര് സംസാരിക്കുമോ? അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കില്ലേ? ഒരു എക്സാം പോലെ നടത്തുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ അല്ലേ എന്നാണ് ചോദ്യം. അല്ല, അത് നമുക്ക് കുറച്ചങ്ങോട്ട് എത്തിയിട്ട്, കുറച്ചങ്ങോട്ട് 1.5 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം. നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. നമ്മളിപ്പോ ഒരു കോച്ചിങ് സെന്റർ രീതി ഇതിന് തുടരണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കോച്ചിങ് ഒക്കെ വേറെ നടക്കട്ടെ. മലയാളവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ എഴുതുന്നതിന് ഏതെങ്കിലും ബുദ്ധിമുട്ടോ വാക്കുകളുടെ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ പൊതുവായിട്ട് മലയാളത്തിൽ ഈ എല്ലാ വിഷയത്തെയും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ചോദ്യപേപ്പറിനെ വെച്ചുകൊണ്ട് നമ്മുടെ KS-ൽ തന്നെ റാങ്കിൽ ഏറ്റവും മുന്നിൽ വന്ന ആളുകളെ കൊണ്ട്
ഒന്ന് അവലോകനം ചെയ്യിച്ചതിന് ശേഷം നമുക്ക് അതിൽ പറയാനുള്ളത് പറയുകയും ആ മേഖലയിൽ ചോദ്യങ്ങൾ ചോദിക്കുക. ഓരോ മേഖലയിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അവരെ അവതരിപ്പിച്ചതിന് ശേഷം, ഇപ്പോൾ ഭരണഘടന അല്ലെങ്കിൽ ചരിത്രം അല്ലെങ്കിൽ പറഞ്ഞ ഭൂമിശാസ്ത്രം, ഏതായാലും നമ്മൾ ഈ വരുന്ന ആളുകളോട് നിങ്ങൾക്ക് ആ മേഖലയിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളാണ്, KSലുള്ള ആളുകൾ തന്നെയാണ്, പ്രാവീണ്യമുള്ള ആളുകളാണ് വരിക. നമ്മൾ പഠിച്ചതിന്റെ മേലെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതും ചോദിക്കാം. ഇനിയിപ്പോൾ അവർക്ക് അന്നേരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് പറയുകയും ചെയ്യാം. പിന്നെ അത് ആ രീതിയിൽ ഇതൊരു കോച്ചിങ് അല്ല, മറിച്ച് ഒരു സഹായം എന്നുള്ള രീതിയിലാണ് ഈ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത്. കോച്ചിങ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സിസ്റ്റമാറ്റിക് ആവണം, അതിന് ഒരുപാട് സമയം ആളുകൾ ചെലവഴിക്കണം. അതിന് മാത്രം ചെലവഴിക്കാൻ പറ്റിയ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ ഇല്ല, മിക്കവരും പഠിക്കുന്നവരാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന് പൈസയൊക്കെ വാങ്ങി ഒരാളെയൊക്കെ വെച്ച് ചെയ്യണം, അത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു മലയാള ഐക്യവേദി എന്ന സംഘടനയുടെ ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു ചോദ്യം ഇപ്പം വന്നു, ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാം. PSC ഒരിക്കലും കേരളത്തിലെ PSC ആണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇത് വലിയൊരു ചർച്ചയായിരുന്നു. അപ്പം ആർക്ക് നിങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ആദ്യം അവർ ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മലയാളത്തിലാണ് ചോദ്യം വരിക ആദ്യം തന്നെ. അപ്പം മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ മലയാളത്തിൽ തന്നെ ഇന്റർവ്യൂ തുടരും. ഇനി ഇംഗ്ലീഷിലാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ ചിലപ്പോൾ ഇന്റർവ്യൂ തുടരും. അതിലൊന്നും പ്രശ്നം, നമുക്കിപ്പോൾ ഒരു ഭാഷാപരമായ മൗലികവാദമൊന്നുമില്ല. പക്ഷെ ഒരാൾക്ക് ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഭാഷയിൽ അത് ചെയ്യാൻ കഴിയണം. എല്ലാ ഭാഷയിലല്ല, ഇവിടുത്തെ ഭാഷ പ്രധാനമായിട്ടും 97% മലയാളം സംസാരിക്കുന്ന നാടാണല്ലോ നമ്മുടേത്. അപ്പം അത് നമുക്ക് മലയാളത്തിൽ തന്നെ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. മലയാളത്തിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാർക്ക് കുറഞ്ഞൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം മലയാളത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്, ഞാൻ ഉൾപ്പെടെ. മറ്റൊന്ന് വന്നത് സിലബസ് ബേസ് ചെയ്തിട്ട് ഒരു ടൈം ടേബിൾ റെഡിയാക്കി തരാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മളിപ്പോ പറഞ്ഞ അത് അഫ്സലെ, അത് നമുക്ക് സാധ്യമല്ല. എന്താ പറഞ്ഞാൽ സിലബസ് ബേസ് ചെയ്ത് ഓരോരുത്തരുടെയും സ്ട്രെങ്ത് വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും വീക്ക്നെസ്, ആ മേഖലയിലെ വീക്ക്നെസ് വ്യത്യസ്തമാണ്. നന്നായിട്ട് എക്കണോമിക്സ് അറിയാവുന്ന ഒരാൾക്ക് വീണ്ടും നമ്മൾ എക്കണോമിക്സിന് ഇത്ര സമയം എടുക്കണം നമ്മൾ പറയുന്നത് ഇഷ്ടമല്ല. അവരത് ഈ പറഞ്ഞ രീതിയിൽ സോട്ട് അനാലിസിസ് സ്വയം ചെയ്തിട്ട് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ചലഞ്ചും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരവരുണ്ടാക്കുന്ന സിലബസ് ടൈം ടേബിൾ ആണ് ടൈം ടേബിൾ. ഒരു കാരണവശാലും വേറൊരാളുടെ ടൈം ടേബിൾ, ഈ ഒരു കോച്ചിങ് സെന്ററുകൾ ഉണ്ടാക്കിയ ടൈം ടേബിൾ പോലും നമ്മളുടേതാക്കാതെ, അത് ആയിക്കോട്ടെ, നമ്മളുടേതാക്കാതെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അത് ഭയങ്കര അപകടമായിരിക്കും. കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, പക്ഷെ അതുകൊണ്ട് അങ്ങനെയല്ല. നമ്മൾ സ്വയം ഒരു സാധനം ഉണ്ടാക്കണം, അത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേബിൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുകയും വേണം. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കൊരു പ്രയാസമാണ്. പിന്നീട് നിങ്ങൾക്ക് ഈ സ്ട്രക്ചർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. മറ്റൊരു ചോദ്യം വന്നത്, പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ സ്ട്രീം 2 ഉൾപ്പെട്ടവർ സർവീസ് രേഖകൾ അപ്ലോഡ് ചെയ്യുകയാണോ വേണ്ടത്? ഒന്നുകൂടി വ്യക്തമാക്കാമോ? സ്ട്രീം 2-ലും 3-ലും ഉൾപ്പെട്ട ആളുകൾ 2 സംഗതികള് പിന്നെ അപേക്ഷിക്കുമ്പോഴല്ല, അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ ഓർമ്മ. ആ 2 രേഖകൾ അപേക്ഷിക്കുമ്പോൾ തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഓർമ്മ. അത് അതിലുണ്ടല്ലോ 2 രേഖ, ഒന്ന് സർവീസ് സർട്ടിഫിക്കറ്റും മറ്റേ ഇതും ഒരു NOC പോലത്തെ ഒരു സംഗതി, നിങ്ങളുടെ പ്രൊബേഷൻ കഴിഞ്ഞു എന്നുള്ള രേഖയും. ആ സംഗതികൾ രണ്ടും നിങ്ങളുടെ ഹെഡ് ഒപ്പിട്ട് സീല് വെച്ച് അതിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും നമ്മളൊക്കെ അങ്ങനെ ചെയ്തത് ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒന്നുകൂടി നോക്കിയാൽ നമുക്ക് പറഞ്ഞു. ഓക്കെ. അടുത്ത സൈഫുദ്ദീൻ കൈ പൊന്തിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ചോദ്യമല്ല, അങ്ങനെ ഒരു ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാ. കാരണം എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഒരു ആത്മവിശ്വാസം പകരുന്ന വിധത്തില്, മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് ഒരു ആത്മവിശ്വാസം പകരുന്ന വിധത്തില് ഉള്ള ഒരു സെഷനായിരുന്നു. എന്തായാലും സുബൈർ സാറിനും ബാക്കിയുള്ള എല്ലാ മലയാള ഐക്യവേദിയുടെ പ്രവർത്തകർക്കും ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ഈ പരീക്ഷ മലയാളത്തിൽ എഴുതുന്ന ഞങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താം. ഓക്കെ, താങ്ക് യു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഗ്രൂപ്പിൽ ചില നിബന്ധനകൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റ് മെസ്സേജുകൾ പരമാവധി എന്നല്ല, അതിലേക്ക് ഇടാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. ഇനി മുതൽ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് എല്ലാവർക്കും സെർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റും. അപ്പം ആ കാര്യം സമയത്ത് അഡ്മിന്മാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് അതിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. ഇത് ചോദ്യം വന്നിട്ടുള്ളത്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിൽ നിന്നാണോ സർവീസ് രേഖകൾ വാങ്ങേണ്ടത്?
ഹയർ സെക്കൻഡറിയിൽ പ്രിൻസിപ്പൾ അല്ലേ അവരുടെ ഹെഡായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ RDDO? എനിക്കത് അവർ ആരാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളത്, അവരുടെ ഹെഡായി വർക്ക് ചെയ്യുന്ന DDO ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണോ ചെയ്യേണ്ടത്. അപ്പം അവിടെ നിന്നായിരിക്കും വാങ്ങേണ്ടതെന്നാണ് തോന്നുന്നത്. അത് നമുക്കൊന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ, ഞാനൊന്ന് നോട്ട് ചെയ്യാം, ഗ്രൂപ്പ് പറയാം. അത് ഹെഡ് തന്നെ, പ്രിൻസിപ്പൽ തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതെ അതെ, പ്രിൻസിപ്പൾ തന്നെയാണ് കൊടുക്കുന്നത്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മൈക്ക് ഓൺ ചെയ്യാം. അവസാനിപ്പിക്കാം. എന്താ എല്ലാവരും അതെ. വളരെ കാര്യമായിട്ട് പ്രതികരിച്ചു. ഇനി ഗ്രൂപ്പിൽ സജീവാവുക. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം. ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും സാധാരണഗതിയിൽ പൊതുവെ എനിക്ക് കിട്ടും. ഇതുപോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആണെങ്കിൽ ചിലപ്പം സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നുകൂടി ഒരു മെസ്സേജ് അയച്ച് വിളിച്ചാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനോ അല്ലെങ്കിൽ മറ്റ് KSകാരുടെ ആരുടെങ്കിലും സഹായം വേണമെങ്കിൽ ഒക്കെ നമുക്ക് ചെയ്യാം. ഏത് ജില്ലയായാലും നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി തരാം. ഞങ്ങളെല്ലാം ട്രാൻസ്ഫർ ആയി നിൽക്കുകയാണ്. ഞാനിപ്പോൾ കോഴിക്കോട് അങ്ങോട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് മാറും. ഇപ്പം തിരുവനന്തപുരത്താണ്. അതുപോലെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ ജില്ലയിലും നമുക്കൊരു ലിങ്ക് ഉണ്ടാക്കി തരാൻ പറ്റും. ഇനി ഏതെങ്കിലും തരത്തിൽ നേരിട്ട് സംസാരിക്കണമെങ്കിൽ ചെയ്യാം. ഇനി മറ്റേതെങ്കിലും ഈ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഗ്രൂപ്പിലും ഉന്നയിക്കാം. ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കുന്നോ അല്ലെങ്കിൽ തുടർന്ന് എല്ലാവർക്കും വിട്ടുകൊടുക്കുന്നോ? അവസരം എങ്ങനെയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്താ? എല്ലാവർക്കും വിട്ടുകൊടുക്കാന്നാണ്. കാരണം ഏതെങ്കിലും ഇതിൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി അതിനകത്ത് തന്നെ പരസ്പരം സഹായിക്കാം. എല്ലാവരും പരസ്പരം സഹായിക്കാം. പിന്നെ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഇത് ഒഴിവാക്കുക, അതിനകത്ത് അതിന്റെ നിയമാവലി പാലിക്കുക. ഇനി അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിയമാവലി തന്നെ പറയുന്ന രീതിയിൽ അതിനെ അങ്ങ് അവരെ ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും എനിക്ക് സന്തോഷം. നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് KSലേക്ക് നടന്നെടുക്കാം. സന്തോഷം. ഒരുപാട് സന്തോഷം. എത്തിച്ചേർന്നവർക്കും ഇവിടെ സംസാരിച്ച സുബൈറിനും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്കിനിയും കാണാം. നന്ദി.